എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ഭീഷണി വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ നുണപ്രചരണങ്ങളെ പൊളിച്ചടക്കി ഇടതുപക്ഷം മുന്നോട്ട് പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ആ സ്ഥാനാർത്ഥികളെ വീട് കയറി ആക്രമിക്കാൻ, ആ സ്ഥാനാർത്ഥികളെ പരസ്യമായി അധിക്ഷേപിക്കാൻ പ്രിയപ്പെട്ട മുസ്ലിം ലീഗെ നിങ്ങൾ ഒരുമ്പെട്ട് കഴിഞ്ഞാൽ, ഒരറ്റത്ത് നിന്ന് ഞങ്ങളിങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ നാടിന്റെ മണ്ണിനകത്തുള്ള കുഞ്ഞാപ്പയുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഓടിയൊളിക്കാൻ മറ്റൊരിടം ഉണ്ടാകില്ലെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ ആ പാതയിലല്ല പോകുന്നത്. ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ സഖാക്കളോട് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പാതയല്ല ഞങ്ങൾ സ്വീകരിച്ചത്. നിങ്ങളുടെ പാതയല്ല ഞങ്ങൾ സ്വീകരിച്ചതിന്റെ തെളിവാണ് ഈ കേരളത്തിന്റെ മണ്ണിനകത്തു കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് അത്യുജ്വല വോട്ടുകൾ വാങ്ങി നാടിന്റെ മണ്ണിനകത്ത് ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകള്, ഭൂരിപക്ഷം വരുന്ന മുനിസിപ്പാലിറ്റികള്, ഭൂരിപക്ഷം വരുന്ന നാടിന്റെ മണ്ണിനകത്തുള്ള ജില്ലാ പഞ്ചായത്തുകള് ഇടതുപക്ഷത്തിന്റെ വികസന പതാക പാറിപ്പറക്കുന്നത്. ആ വികസന പതാക പാറിപ്പറക്കുന്നത് കണ്ട് നാടിന്റെ മണ്ണിനകത്ത് അന്താളിച്ചു നിൽക്കുന്ന ഈ കൂട്ടങ്ങളെ അവസാനമായി ചെവിക്ക് പിടിച്ചു കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാൻ കേരളം ഒരുങ്ങുകയാണ്. ലീഗിന്റെ ഈ കൊടിയമായി പാതകം, ഈ രാഷ്ട്രീയ പിന്തിരിപ്പ്, ഈ രാഷ്ട്രീയമായിട്ടുള്ള ഇത്തരത്തോളമുള്ള അവഹേളനങ്ങള് ഈ നാടെക്കാലവും ക്ഷമിക്കില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ നാടിന്റെ മണ്ണില് അക്രമത്തിന്റെ പുതിയ പാത സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ പരാജയപ്പെടാൻ ശ്രമിക്കുന്നത്. ഈ കൊച്ചു കേരളത്തിന്റെ അങ്ങ് വടക്കറ്റത്ത് നിന്ന് ഇന്ന് പ്രഭാതത്തിൽ നമ്മളൊരു വാർത്ത കേൾക്കുകയുണ്ടായി. എന്താണ് ആ വാർത്ത? നാടിന്റെ മണ്ണിനകത്ത് ഇൻകിലാബ് സിന്ദാബാദ് വിളിച്ച് ഡിവൈഎഫ്ഐയുടെ ഓരത്ത് ചേർന്ന് പ്രവർത്തിച്ചൊരു ചെറുപ്പക്കാരൻ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകി 3 മാസമായി മണ്ണിനകത്ത് കാലുകുത്തിയിട്ട് ആ 3 മാസത്തോളം ഇടതുപക്ഷം ജയിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യം മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് അഭൂതപൂർവമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗവാക്കായി മുസ്ലിം ലീഗിന്റെ കൈവശം ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിന്റെ തറവാട്ടെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാർഡ്, ആ വാർഡ് ഇടതുപക്ഷത്തിന് പിടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഒരു കുത്തുകൊണ്ട് ആ സഖാവിന്റെ, ആ ചെറുപ്പക്കാരന്റെ ഹൃദയരക്തം ഈ പച്ചമണ്ണിന്റെ മണ്ണിനകത്തേക്ക് ഉറ്റിറ്റു വീത്തി ആ മനുഷ്യനെ മരണത്തിന്റെ കൈയിനകത്തേക്ക് എറിഞ്ഞു കൊടുത്തത് ഏത് സമുദായ സ്നേഹത്തിന്റെ പേരില, ഏത് സമുദായ സ്നേഹത്തിന്റെ പേരില, ഏത് രാഷ്ട്രീയത്തിന്റെ പേരില, ആർക്കു വേണ്ടിയിട്ട്? ഈ നാടിന്റെ മണ്ണിനകത്ത് മാസത്തിന്റെ ഉള്ളിൽ 5ഓളം വരുന്ന ഇടതുപക്ഷത്തിന്റെ ചെറുപ്പക്കാരെ കൈക്കൊത്തിയെടുത്ത് വലിച്ചെറിഞ്ഞു കൊണ്ടുപോയത് ഏത് അക്രമത്തിന്റെ, ഏത് രാഷ്ട്രീയത്തിന്റെ, ഏത് പരിണിത ഫലമായി കൊണ്ടാണെന്ന് നാടിന്റെ മണ്ണിനകത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഈ നാടോട് സംസാരിക്കണ്ടേ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിളറി പിടിക്കുന്നത്? നിങ്ങൾ എന്തിനാ വിളറി പിടിക്കുന്നത്? നിങ്ങൾ വിളറി പിടിക്കാൻ കാരണമുണ്ട്. എന്താ കാരണം? ഞാൻ ദീർഘമായി സംസാരിക്കുകയല്ലേ. നിങ്ങളുടെ വിളറി പിടിക്കാനുള്ള കാരണം ഏകദേശം 1.5 വർഷങ്ങൾക്കപ്പുറത്ത് കൊച്ചു കേരളത്തിന്റെ മണ്ണിനകത്ത് ഒരു ദൃശ്യമാധ്യമം ഒരു സർവേ നടത്തുകയുണ്ടായി. എന്താണ് ആ സർവേ? ആ സർവേ ഇങ്ങനെയാണ്: അടുത്ത 5 വർഷം ഇടതുപക്ഷം ഭരിച്ചു കഴിഞ്ഞാൽ ഇനി ഈ കേരളത്തിന്റെ മണ്ണിനകത്തെ പ്രവേശിക്കുന്ന മുഖ്യമന്ത്രി ആരായിരിക്കും? ഉമ്മൻചാണ്ടിയാണോ പിണറായിയാണോ? നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയല്ല. ഈ നാടിന്റെ മണ്ണിനകത്തേക്ക് ഇനി ഒരു മുഖ്യമന്ത്രിയായി വരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് CPM-ന് ഇടതുപക്ഷത്തിന്റെ നേതാവ് സഖാവ് പിണറായി വിജയനായിരിക്കണം. ഭൂരിപക്ഷം ജനങ്ങളും പിണറായിക്ക് വോട്ടുകൾ ചെല്ലുകയാണ്. അടുത്തത് ചാനൽ ചോദിച്ചു, ഈ നാടിന്റെ മണ്ണിനകത്തേക്ക് ഏത് ഭരണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇടതുപക്ഷത്തിന്റെ ഭരണമാണോ വലതുപക്ഷത്തിന്റെ ഭരണമാണോ? ജനങ്ങൾ കാർക്കിച്ചു തുപ്പി. ജനങ്ങൾ കാർക്കിച്ചു തുപ്പിക്കൊണ്ട് പറഞ്ഞത് ഈ നാടിന്റെ മണ്ണിനകത്തേക്ക് ഇടതുപക്ഷത്തിന്റെ ഭരണമാണ് വേണ്ടത്, വലതുപക്ഷത്തിന്റെ ഭരണമല്ല. ഈ ചാനൽ ഈ വാർത്ത കണ്ട് ഈ ജനതയുടെ ആവശ്യങ്ങൾ കേട്ട, ജനതയുടെ ആഗ്രഹങ്ങൾ കേട്ട അത്ഭുതപ്പെട്ട് സ്തംഭിച്ചു നിൽക്കുകയാണ്. മൂലയിൽ ഉറങ്ങിക്കിടന്നിരുന്ന മുസ്ലിം ലീഗിനെ തട്ടിയുണർത്തി, മൂലയിൽ ഉറങ്ങിക്കിടന്നിരിക്കുന്ന കോൺഗ്രസ് തട്ടിയുണർത്തി, ജമാഅത്തെ ഇസ്ലാമിയെ, പോപ്പുലർ ഫ്രണ്ടിനെ, അതുപോലെയുള്ള സകല വർഗീയവാദ വിപത്തുകളെയും തട്ടിയുണർത്തിക്കൊണ്ട് ഈ ചാനൽ വിളിച്ചു പറയുകയാണ്, സമരാഭാസങ്ങൾ നടത്തിക്ക, സമരാഭാസങ്ങൾ നടത്തിക്ക. ഈ കേരളത്തിന്റെ സമാധാനം തച്ചു തകർത്ത ഈ നാടിന്റെ മണ്ണിനകത്തേക്ക് 5 വർഷം കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ ഇടതുപക്ഷത്തിന്റെ ഒരു ഗവൺമെന്റ് തന്നെയായിരിക്കും കടന്നു വരിക. ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ഇനിയും ഈ മണ്ണിന്റെ അകത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഈ നാടിന്റെ മണ്ണിനകത്തുള്ള മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ RSSനോ ജമാഅത്തെ ഇസ്ലാമിക്കോ പോപ്പുലർ ഫ്രണ്ടിനോ SDPIക്കോ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. മാനവികത ആകാശത്തെ പറന്നുയർത്തുമ്പോ വർഗീയതകൾ ഈ നാടിന്റെ മണ്ണിനകത്തേക്ക് ചുറകറ്റു വീഴുമെന്ന് ഏഷ്യാനെറ്റ് വിളിച്ചു പാടിയപ്പോഴല്ലേ പ്രിയപ്പെട്ട കൂട്ടങ്ങളെ നിങ്ങൾ ഈ നാടിനകത്ത് കലാപന്തരീക്ഷത്തിന് പുറപ്പെട്ടത്?
നിങ്ങൾ ഈ നാടിന്റെ മണ്ണിനകത്ത് കലാപാന്തരീക്ഷത്തിന് പുറപ്പെട്ടത് അപ്പോഴല്ലേ? ആരെയാ നിങ്ങൾ കൂട്ടുപിടിച്ചത്? നാടിന്റെ മണ്ണിനകത്തുള്ള മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും കോൺഗ്രസ്സുകാരനും മറുപടി പറയണ്ടേ? 10 വോട്ടിന് വേണ്ടി കൂട്ടുപിടിച്ചത് ആരെയാ? ഞാൻ നിൽക്കുന്നത് ഓമശ്ശേരി ബസ് സ്റ്റാൻഡിനകത്ത്. ഈ ഓമശ്ശേരി ബസ് സ്റ്റാൻഡ് കേരളത്തിന് മാതൃകയായി മാറിയിട്ടുണ്ട്. ഈ ഓമശ്ശേരി ബസ് സ്റ്റാൻഡ് ഈ നാടിന് അഭിമാനമായി മാറിയിട്ടുണ്ട്. എങ്ങനെയാ? മാർച്ച് മാസം 3-ാം തീയതി കൊച്ചു കേരളത്തിന്റെ മണ്ണിനകത്ത് ഒരു കൊറോണ റിപ്പോർട്ട് ചെയ്തപ്പോ ഈ നമ്മളെല്ലാം ഒരമപറ്റ മക്കളെ പോലെ ഈ വൈറസിനെ ചെറുക്കാനുള്ള പ്രവർത്തനത്തിന് മുന്നോട്ടിറങ്ങി. അതിനു മുൻപ് മാർച്ച് മാസം 3-ാം തീയതി വരെ കേരളത്തിന്റെ ഇന്ത്യയിലെ മുക്കിലും മൂലയിലും പോരാട്ടത്തിന്റെ പോർവേഗം സൃഷ്ടിച്ച സമയത്ത് നാം വിളിച്ചുപാടിയ മുദ്രാവാക്യം യൂത്ത് ലീഗിനോട് യൂത്ത് കോൺഗ്രസിനോട് മറന്നുപോയോ? എന്ത് മുദ്രാവാക്യം നാം വിളിച്ചു പാടിയത്? ഈ ഓമശ്ശേരി അങ്ങാടിയിൽ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യനെയും പാസിയെയും ജൈനെയും ജൂതനെയും ഒരു നേർ കൈയിൽ കൂട്ടിപ്പിടിച്ച് ഹൃദയത്തിന്റെ അകത്തേക്ക് സംശീകരിച്ചുകൊണ്ട് നമ്മൾ വിളിച്ച മുദ്രാവാക്യം ആസാദി ആസാദി ആസാദി. ആർക്ക് സ്വാതന്ത്ര്യം? എന്തിൽ നിന്ന് സ്വാതന്ത്ര്യം? എവിടേക്ക് സ്വാതന്ത്ര്യം? ആർക്കാണ് സ്വാതന്ത്ര്യം വേണ്ടത്? എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം വേണ്ടത്? ഈ സ്വതന്ത്ര ഭാരതത്തിൽ 70 ആണ്ടുകൾ സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം ഉണങ്ങിയപ്പോ രാജ്യത്തിനകത്തുള്ള മനുഷ്യന്മാരെല്ലാം ഇന്ത്യയുടെ രാജ്യമാണല്ല, ഇന്ത്യക്കാരന്റെ സഹോദരന്മാരാണെന്ന് വിളിച്ചു പാടിയപ്പോ ഈ 70 ആണ്ടുകൾക്കപ്പുറത്ത് നാടിന്റെ ഓരത്തിരുന്ന് തട്ടപ്പാതിര സമയത്ത് ഈ നാട്ടിലെ ജനത മുസ്ലിം ലീഗോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഭേദമന്യേ, ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യനോ ഭേദമന്യേ ഒരമപറ്റ മക്കളെ പോലെ കൂടിക്കൂടിയിരുന്നു കൊണ്ട് വിളിച്ച മുദ്രാവാക്യമാണ് ആസാദി ആസാദി. ആരിൽ നിന്ന് ആസാദി? 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി വരെ ഇന്ത്യയിലെ മണ്ണിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം. ആ മുദ്രാവാക്യം നിന്നത് ചെങ്കോട്ട ഇരുമ്പ് തൂണിന്റെ മുകളിൽ പാറിപ്പറന്ന യൂണിയൻ ജാക്കിനെ വലിച്ചു താഴെയിട്ട് ഇന്ത്യക്കാരന്റെ അഭിമാന സ്തംഭമായിട്ടുള്ള ദേശീയ പതാക ആകാശത്ത് ഉയർത്തിയ സമയത്ത് ആ ദേശീയ പതാക ആകാശത്തിൽ ഉയർത്തുമ്പോ രാജ്യത്തിന്റെ അകത്തുള്ള ദരിദ്ര നാരായണന്മാർ ഉറങ്ങുകയായിരുന്നു. ഉറക്കത്തിലേക്ക് കടന്നു വന്നു സ്വാതന്ത്ര്യം. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, നാം വിളിച്ചത് 2000-ന്റെ പ്രഭാതത്തിനകത്ത് എന്തിനായിരുന്നു? ഇന്ത്യൻ പാർലമെന്റിന്റെ മിനാരങ്ങൾക്കുള്ളിനകത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്യത്തിലെ മനുഷ്യന്റെ മനസ്സിനകത്ത് ജാതി മത തീർക്കാൻ, മതത്തിന്റെ മതില് തീർക്കാൻ ശ്രമിച്ചപ്പോ നാടിന്റെ മണ്ണിനകത്ത് നമ്മൾ കൈചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയുണ്ടായി, മുസൽമാനെ അട്ടിയോടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഹിന്ദുവിനെ അട്ടിയോടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഈ നാട് ഞങ്ങളുടേതാണ്, നാട് മതത്തിന്റേതല്ല എന്ന് വിളിച്ചു പാടിയിട്ടുള്ളൊരു മുദ്രാവാക്യം മറന്നോ യൂത്ത് ലീഗിനോട്? മറന്നോ മുസ്ലിം ലീഗിനോട്? മറന്നോ കോൺഗ്രസിനോട്? ഇടതുപക്ഷം ചെയ്ത തെറ്റെന്താ? നിങ്ങൾ പറ. ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ചാക്രമിക്കാൻ ഞങ്ങൾ ചെയ്ത തെറ്റെന്താ? നിങ്ങൾ പറ. നാടിന്റെ മണ്ണിൽ നരേന്ദ്രമോദിയും കൂട്ടാളികളും രാജ്യത്തെ കീറിമുറിക്കാൻ ശ്രമിച്ചപ്പോ, രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ മനസ്സിനെ കൊത്തിമുറിച്ചുകൊണ്ട് RSSന്റെ അപ്പൂപ്പന്മാർ താമസിക്കുന്ന നാഗ്പൂരിലേക്ക് കൊണ്ടുപോയപ്പോ അരുതെന്ന് പറഞ്ഞതാണോ യൂത്ത് ലീഗ്, മൂത്ത ലീഗ്? ഞങ്ങൾ ചെയ്ത തെറ്റ് അരുതെന്ന് പറഞ്ഞതാണോ കോൺഗ്രസ്, UDF, ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി? ഞങ്ങൾ ചെയ്ത തെറ്റ് RSSന്റെ മൂട് വാങ്ങി RSSന്റെ കാലിലെ വെള്ളം കഴുകി കുടിച്ച മുസ്ലിം ലീഗ്, കോൺഗ്രസ് കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. നിങ്ങൾക്ക് വേണ്ടത് 10 വോട്ട്, നിങ്ങൾക്ക് വേണ്ടത് ഒരു പഞ്ചായത്ത് ഭരണ, നിങ്ങൾക്ക് വേണ്ടത് ഒരു വാർഡ് മെമ്പർ. ആ വാർഡ് മെമ്പർ ആ പഞ്ചായത്ത് ഭരണമായതുകൊണ്ട് മാത്രമേ ഞങ്ങളുടെ പാവപ്പെട്ട സഖാക്കളെ തെരഞ്ഞുപിടിച്ചാക്രമിക്കാൻ മുസ്ലിം ലീഗിന്റെ കൈ പൊത്തിയത്, യൂത്ത് ലീഗിന്റെ കൈ പൊന്തിയ കൈ അങ്ങനെ തന്നെ അടിച്ചു താത്താൻ കെൽപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പ്രസ്ഥാനത്തിന് മനസ്സിലാക്കണം നിങ്ങൾ. കാരണം ഞങ്ങളിവിടെ നിൽക്കുന്നത് വല്ലാത്തൊരു മാനസികാവസ്ഥയില്, ഇനിയും ചൊറിഞ്ഞ് ഞങ്ങളുടെ ക്ഷമ പരിശോധിക്കാനാണ് ഈ കുഞ്ഞാപ്പയുടെ കുഞ്ഞുങ്ങൾക്കെങ്കിൽ ഞങ്ങളങ്ങ് ക്ഷമയെ മാറ്റിവെച്ച്, സംയമനത്തിന്റെ പാതങ്ങ് മാറ്റിവെച്ച് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ യൂത്ത് ലീഗ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വരെ ഒളിച്ചാൽ പോലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് സുരക്ഷിത ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അങ്ങനത്തെ ഒരു സഹോദരൻ ഞങ്ങൾക്ക് 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ വയറിനകത്ത് സൂക്ഷിച്ച് നെഞ്ചത്തടിച്ച് കരയുന്ന ഒരു ഭാര്യയുടെ കണ്ണുനീര് കേരളത്തിന്റെ മണ്ണിനകത്തേക്ക് ഉറ്റിറ്റ് വീണിട്ടുണ്ട് യൂത്ത് ലീഗ്, മൂത്ത ലീഗ്. 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഉദരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ആ കുഞ്ഞ്
കുഞ്ഞ് നാളുകൾ കഴിഞ്ഞ് പുറത്തു വന്ന് ഉപ്പ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനോട് ഉമ്മ തലകിൽ തട്ടി പറയേണ്ടി വരും, നിന്റെ ഉപ്പയെ ഒരു കുത്തിന് കൊന്നത് നാടിന്റെ മണ്ണിൽ സമുദായത്തിന് വേണ്ടി, നാടിന്റെ മണ്ണിനകത്തേക്ക് മുസ്ലിമിന്റെ പേര് പറഞ്ഞ് അധികാരത്തിന്റെ അപ്പക്കഷം നുണയാൻ ശ്രമിക്കുന്ന ഈ നെറിയട്ട മുസ്ലിം ലീഗ് വർഗമാണ് നിന്റെ ഉപ്പയെ തട്ടിയെടുത്തതെന്ന് പറയേണ്ട ഗതികേടിലേക്ക് ഒരമ്മയെ മാറ്റുകയല്ലേ നിങ്ങൾ? എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? പറ നിങ്ങൾ. കേരളത്തിന് വേണ്ടി കിട്ടാണോ? ഇന്ത്യക്ക് വേണ്ടി കിട്ടാണോ? അല്ല, ഇന്ത്യക്ക് വേണ്ടി കിട്ടല്ല, കേരളത്തിന് വേണ്ടി കിട്ടല്ല. നിങ്ങൾ ഈ ഉശിര് കാണിക്കേണ്ടത് ഡൽഹിയുടെ മണ്ണിന്റെ അകത്ത് നരേന്ദ്രമോദിയുടെ മീശ പിരിയാൻ വേണ്ടി അങ്ങ് പോയൊരു മനുഷ്യനുണ്ട്, കുഞ്ഞാപ്പ. നരേന്ദ്രമോദിയുടെ മീശ പറിച്ചെടുത്തിട്ടേ ഞാൻ വരൂ, നരേന്ദ്രമോദിയെ മുട്ടുകുത്തിച്ചിട്ടേ ഞാൻ വരൂ എന്ന് വീമ്പിളക്കി മലപ്പുറത്തിന്റെ മണ്ണിന്റെ അകത്ത് നിന്ന് വോട്ട് വാങ്ങി അങ്ങ് ഫാസിസത്തെ പിടിച്ചുകെട്ടാൻ കുടിച്ചുപോയ കുഞ്ഞാപ്പ എലിയെ പോലെ തിരിച്ചു വന്നു കൊച്ചു കേരളത്തിന്റെ മണ്ണിനകത്തേക്ക്. എന്താ കാരണം എന്നറിയോ? അറിയോ യൂത്ത് ലീഗിന് എന്താ കാരണം എന്നറിയോ? മൂത്ത ലീഗിന് കേരളത്തിൽ അങ്ങ് ഉദ്ധരിക്കാൻ വിചാരിച്ചിട്ട്, ചത്തുപോയ കോൺഗ്രസിന് ശ്വാസം കൊടുക്കാൻ വിചാരിച്ചിട്ട്, നശിച്ച് നാറാണക്കലെടുക്കുന്ന മുസ്ലിം ലീഗിനെ അങ്ങ് ശക്തിപ്പെടുത്താൻ വിചാരിച്ചിട്ടല്ല. കുഞ്ഞാപ്പയ്ക്കറിയാം ഒന്നുച്ചത്തിൽ കൂക്കി വിളിക്കാൻ, ഒന്നുച്ചത്തിൽ ഒച്ചയുണ്ടാക്കാൻ, ഞാൻ മുസ്ലിം ലീഗാണെന്ന് പറയാൻ ഇന്ത്യയുടെ മണ്ണിന്റെ അകത്ത് പോയാൽ സാധ്യമല്ല. അതിന് സാധ്യമാകുന്ന മണ്ണ് ഇടതുപക്ഷത്തിന്റെ പതാക പാറിപ്പറക്കുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാണെന്ന് കുഞ്ഞാപ്പയ്ക്കറിയാം. അതുകൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് മാറി കേരളത്തിന്റെ മണ്ണിനകത്ത് ഈ കുഞ്ഞാപ്പ വന്നത്. ആ ഇടതുപക്ഷമാണോ നാടിന് ശാപം? ആ ഇടതുപക്ഷമാണോ നാടിന്റെ ശത്രു? ആരാ നിങ്ങളുടെ ശത്രു? നിങ്ങളുടെ ശത്രു ആരാന്ന് ഞങ്ങൾ പറയാ. നിങ്ങളുടെ ശത്രു ആരാന്നറിയോ? മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് നിങ്ങളുടെ ശത്രു ആരാന്നറിയോ? മുസ്ലിം ലീഗിന്റെ ശത്രു മാത്രമല്ല, നാട്ടിനകത്തുള്ള മുസ്ലിങ്ങളുടെ ശത്രു, നാട്ടിനകത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ശത്രു, നാടിനകത്തുള്ള മനുഷ്യന്മാരുടെ ശത്രു. ആ ശത്രുവാണ് ഫാസിസത്തിന്റെ ചിന്താധാരയെ മനസ്സിൽ സൂക്ഷിച്ച് ഇന്ത്യയുടെ മണ്ണിനകത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണകൂടം, കേന്ദ്ര ഭരണകൂടം. ആ ഭരണകൂടത്തിനെതിരെ ഒരു വാക്കുയർത്തിപ്പിടിക്കാൻ, അതിനെതിരെ ഒരു സമരം ചെയ്യാൻ ഈ നാടിന്റെ മണ്ണ് യൂത്ത് ലീഗിന് സാധിച്ചോ? മറ്റൊന്നും വേണ്ട. പെട്രോളിനും ഡീസലിനും വില കൂടിക്കോട്ടെ, പ്രശ്നമില്ല. ഗ്യാസ് സിലിണ്ടറിന് വില കൂടിക്കോട്ടെ, പ്രശ്നമില്ല. നാടിന്റെ മണ്ണിനകത്ത് കേരളത്തിനുള്ള സൗജന്യ അരി നരേന്ദ്രമോദി നിർത്തലാക്കിക്കോട്ടെ, പ്രശ്നമില്ല. നാടിന്റെ മണ്ണിനകത്തുള്ള വ്യവസായശാലകൾ കേരളത്തിന് തരാതെ മറ്റിടത്തെ കൊണ്ടുപോയിക്കോട്ടെ, പ്രശ്നമില്ല. ഇന്ത്യയുടെ റെയിൽവേ സ്വകാര്യവൽക്കരിച്ചോട്ടെ, ഇന്ത്യയുടെ വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിച്ചോട്ടെ, ഇന്ത്യയുടെ ഗർഭത്തിൽ സൂക്ഷിക്കുന്ന ധാതുക്കൾ വിറ്റുതുലച്ചോട്ടെ, ഇന്ത്യയിലെ ശൂന്യാകാശത്തെ നരേന്ദ്രമോദി അദാനിക്ക് കൊടുത്തോട്ടെ, ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ വലിയ വലിയ കുത്തകകൾ കൊണ്ടുപോയിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷേ പ്രിയപ്പെട്ട നരേന്ദ്രമോദി ഇന്ത്യയിലെ പാർലമെന്റിനെ, ഇന്ത്യയിലെ ഭരണഘടനയെ, ഇന്ത്യയുടെ മധുരപേക്ഷതയെ നിങ്ങൾ വിറ്റുതുലയ്ക്കല്ലേ എന്ന് പറയാൻ, അതിന് പറയാനുള്ള ചങ്കൂറ്റം ഈ നാടിന്റെ മണ്ണിനകത്തുള്ള യൂത്ത് ലീഗിനുണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കാം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ചോദ്യം ചോദിച്ചത്. അന്ന് നാട്ടിൽ തെരഞ്ഞെടുപ്പ്, ഗ്രാമപഞ്ചായത്തിലേക്ക്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ്. ലീഗിന്റെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, കോൺഗ്രസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, ഇടതുപക്ഷക്കാർ ഓടുക. ആ ഓടുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ ഇടതുപക്ഷത്തിന്റെ വാഹനത്തിൽ നിന്ന് ഞങ്ങൾ സഖാവ് പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഉച്ചത്തിൽ പറയാൻ നിർത്തിവെച്ചു. ഞങ്ങൾ സൗജന്യമായി കിറ്റ് കൊടുത്തത് ഞങ്ങൾ അന്ന് പറഞ്ഞില്ല, ഞങ്ങൾ അരി കൊടുക്കുന്ന ഞങ്ങൾ അന്ന് പറഞ്ഞില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹൈടെക് ആക്കിയത് ഞങ്ങൾ പറഞ്ഞില്ല, നാടിന്റെ മണ്ണിൽ റോഡുകളും പാലങ്ങളും ഉയർന്നത് ഞങ്ങൾ പറഞ്ഞില്ല, ആശുപത്രികൾ തലയുയർത്തിപ്പിടിച്ചത് ഞങ്ങൾ പറഞ്ഞില്ല. പകരം ഞങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ച ചോദ്യം ഞങ്ങൾ ഈ നാടോട് ചോദിച്ചു, എന്തിനാണ് ഇപ്പോൾ ഒരു പാർലമെന്റ്? സുപ്രീം കോടതി ചോദിച്ചത്, പ്രിയപ്പെട്ട നരേന്ദ്രമോദിയോട് ചോദിച്ചത് സുപ്രീം കോടതി, എന്തിനാണ് പ്രിയ കേന്ദ്ര ഗവൺമെന്റ് ഒരു പാർലമെന്റ്? എന്തിനാ? ചോരുന്നുണ്ടോ ഇപ്പോഴത്തെ പാർലമെന്റ്? ചോരുന്നുണ്ടോ? പൊട്ടിയൊലിക്കുന്നുണ്ടോ? ബലക്ഷയമുണ്ടോ? ആരാണ് ബലക്ഷയമുണ്ടെന്ന് പറഞ്ഞത്?
ഏക്കർ കണക്കിന് വനം വെട്ടി നശിപ്പിച്ച് ഒരു പാർലമെന്റ് പണി എന്തിനു വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ചോദിച്ചപ്പോ അതിന് അധികാരപൂർവമായ മറുപടി നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞപ്പോ ഒരു വോട്ട് ചോദിക്കാൻ കോണിക്ക് കൈപ്പത്തിക്ക് വോട്ട് ചോദിക്കുമ്പോ യൂത്ത് ലീഗോ മൂത്ത കോൺഗ്രസോ സുപ്രീം കോടതി ചോദിച്ച ചോദ്യം നാടോട് ചോദിച്ചോ ഇല്ല. എന്തിനാ പാർലമെന്റ് പൊളിക്കുന്നത്? എന്താ പാർലമെന്റ്? പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഓമശ്ശേരി ബസ് സ്റ്റാൻഡ് പോലെയല്ല. ഓമശ്ശേരി ബസ് സ്റ്റാൻഡിനകത്ത് മൈക്ക് കെട്ടിക്കൊണ്ട് എനിക്ക് പറയാം, എനിക്ക് എന്റെ പാർട്ടിയെ കുറിച്ച് പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയെ കുറിച്ച് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ആശയ സംവാദം നടത്താം. പക്ഷേ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരനാണ്. ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടവരാണ്. ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ രാജ്യത്തിലെ മനുഷ്യർക്ക് നിയമങ്ങൾ നിർമ്മിച്ച് ആ നിയമങ്ങൾ ഭരണഘടനാനുസൃതമാക്കി മാറ്റി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഇടമാണ് പാർലമെന്റ്. പാർലമെന്റിൽ പ്രവേശിച്ചാൽ അയാൾ മുസൽമാൻ അല്ല, പാർലമെന്റിൽ പ്രവേശിച്ചാൽ അയാൾ ഹിന്ദുവല്ല, പാർലമെന്റിൽ പ്രവേശിച്ചാൽ അയാൾ സിഖല്ല, ജൂതനല്ല, ജൈനനല്ല, ആരുമല്ല, അയാൾ ഒരു മനുഷ്യനാണ്, ഇന്ത്യക്കാരനാണ്. അങ്ങനെയുള്ള ചിന്തയുമായി ഇന്ത്യൻ പാർലമെന്റിൽ പ്രവേശിച്ച് ഇന്ത്യക്കാരന് വേണ്ടി നിയമം നിർമ്മിക്കേണ്ട സ്ഥാപനത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിനെ തച്ചു തകർത്ത് മോഡി മറ്റൊരു പാർലമെന്റ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട യൂത്ത് ലീഗുകാരെ അറിയോ എന്തിനാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പാർലമെന്റിന്റെ ചുമരിന്റെ അകത്ത് ഭഗത് സിംഗ് ഉണ്ട്, ഇപ്പോഴത്തെ പാർലമെന്റിന്റെ ചുവരിന്റെ അകത്ത് ജവഹർലാൽ നെഹ്റു ഉണ്ട്, ഇപ്പോഴത്തെ പാർലമെന്റ് ചുവരിന്റെ അകത്ത് അബ്ദുറഹിമാൻ സാഹിബിന്റെ ഫോട്ടോ ഉണ്ട്, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ഫോട്ടോ ഉണ്ട്, ഗാന്ധിയുടെ ഫോട്ടോ ഉണ്ട്, ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ട്, AKജിയുടെ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോകളെല്ലാം പിച്ചിച്ചിന്തി വലിച്ചെറിഞ്ഞ് ഹെഡ് ഗവറിന്റെ ഫോട്ടോ വെക്കാൻ, ഗോൾവർക്കറുടെ ഫോട്ടോ വെക്കാൻ, സവർക്കറുടെ ഫോട്ടോ വെക്കാൻ, RSSകാരന്റെ ഫോട്ടോ വെക്കാൻ നരേന്ദ്രമോദി പുതിയൊരു പാർലമെന്റ് തറക്കല്ലിട്ടപ്പോ 22,000 കോടി രൂപ മാറ്റിവെച്ചപ്പോ പിഞ്ചു കുഞ്ഞുങ്ങള് പിച്ചച്ചട്ടിയെടുത്ത് തെരുവ് പട്ടികളോട് കടിപിടി കൂടി ഒച്ചിൽ കൂമ്പാരങ്ങൾ പൊറുക്കി തിന്നുമ്പോ ഇന്ത്യയുടെ മണ്ണിനകത്ത് കർഷകന്മാർ മൂത്രം കുടിച്ച് പ്രതിഷേധിക്കുമ്പോ മൂത്ത കുട്ടിയുടെ വിശപ്പടക്കാൻ രണ്ടാമത്തെ കുട്ടിയെ 100 രൂപയ്ക്ക് വിൽക്കുന്ന അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന നാടായി ഇന്ത്യ മാറുമ്പോ തൊഴിലില്ലാത്ത തെണ്ടികൾ യൗവനങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുമ്പോ 22,000 കോടി രൂപ മുടക്കി പാർലമെന്റ് പണിയുമ്പോ എന്തിനെന്ന് ചോദിക്കാനുള്ള ചങ്കൂറപ്പ് മനസ്സൈര്യം ലീഗിനുണ്ടായോ? ചോദിക്കണ്ടേ ലീഗ്? എന്തിനാണ് പാർലമെന്റ്? ആർക്കു വേണ്ടിയാ പാർലമെന്റ്? നിങ്ങൾ ഈ രാജ്യത്തിന്റെ മണ്ണിനകത്തേക്ക് യഥാസമയം ചൂടപ്പം പോലെ പ്രസവിപ്പിക്കുന്ന ഇന്ത്യയുടെ മതനിരപേക്ഷതയാണോ? അല്ല, വർഗീയതയാണ്. അതുപോട്ടെ, തെരഞ്ഞെടുപ്പ് സമയത്താണ് പശ്ചിമ ബംഗാളിന്റെ മണ്ണിനകത്ത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി കാലുകുത്തുകയുണ്ടായി. കാലുകുത്തിക്കൊണ്ട് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പറഞ്ഞത് എന്താ? എല്ലാവർക്കും വാക്സിൻ വരുന്നുണ്ട്, എല്ലാവർക്കും സന്തോഷമായി, എല്ലാവർക്കും വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിതാ നാടിന്റെ മണ്ണിനകത്ത് NRC പൗരത്വ നിയമം നടപ്പിലാക്കും, ജനുവരി മാസത്തോടുകൂടി വാക്സിനേഷൻ പൂർണ്ണമാകുമെന്ന് വിശ്വസിക്കുകയാണ്. ജനുവരി കഴിഞ്ഞാൽ പൗരത്വം പ്രാവർത്തികമാക്കുമെന്ന് ഈ രാജ്യത്തിനകത്തുള്ളൊരു മന്ത്രി വിളിച്ചു പാടിയപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഞങ്ങളുടെ സഖാക്കളെ തല്ലാൻ ഓടി വന്ന ആ ധൈര്യം പ്രിയപ്പെട്ട യൂത്ത് ലീഗ് RSSന്റെ മുഖത്ത് നോക്കി പറയണ്ടേ? അമിത്ഷാ ഈ കേരളത്തിന്റെ മണ്ണിനകത്ത് വന്നാൽ ഞങ്ങളിതാ ഈ പച്ചക്കൊടി പിടിച്ച് നിങ്ങൾ പ്രതിരോധിക്കുമെന്ന് പറയാൻ യൂത്ത് ലീഗിന് മൂത്ത ലീഗിന് പറ്റിയോ? ഇല്ല. പറഞ്ഞതാരാ? ഇടതുപക്ഷം, ഈ ഇരിക്കുന്ന ഞങ്ങളുടെ സ്വപ്നപക്ഷം, ഈ നാടിന്റെ വികസനപക്ഷം. അവരാ പറഞ്ഞത്, സഖാവ് പിണറായിയാ പറഞ്ഞത്, അറബിക്കടലിനകത്തേക്ക് വലിച്ചെറിയും ഈ സാധനം നിങ്ങൾ ഇനിയും കൊണ്ടുവന്നാൽ. പറയോ, ആ ഇടതുപക്ഷമാണോ നാടിന് ശത്രു? ആ ഇടതുപക്ഷമാണോ നാടിന് ശാപം? ആ ഇടതുപക്ഷ പ്രവർത്തകരുടെ ഹൃദയത്തിനകത്തെ കഠാര കുത്തി ഇറക്കിയിട്ട് ലീഗിന് എന്ത് കിട്ടും? ഒരു പഞ്ചായത്ത് കിട്ടും, ഒരു മെമ്പർ കിട്ടും, ഒരു മുനിസിപ്പാലിറ്റി കിട്ടും. ആ മുനിസിപ്പാലിറ്റിയും ആ പഞ്ചായത്ത് മെമ്പറും ആ പഞ്ചായത്തിനെ കെട്ടിപ്പിടിച്ചു നിന്നാൽ ലീഗിന് ഇവിടെ ജീവിക്കാൻ വേണ്ടി പറ്റുമോ? എടാ മൊയന്തുകളെ, ആദ്യം ഇന്ത്യ വേണം. ഇന്ത്യ ഉണ്ടെങ്കിലേ ഈ ഓമശ്ശേരി മുനിസിപ്പാലിറ്റി ഉണ്ടെങ്കിൽ അതുണ്ടാകൂ. എടാ മൊയന്തുകളെ, ഇന്ത്യ ഉണ്ടെങ്കിലേ അമ്പലക്കണ്ടി പ്രദേശത്തിനകത്തോ പൂളപ്പൊയിൽ പ്രദേശത്തിനകത്തോ ഒരു വാർഡുണ്ടാകൂ.
വാർഡുണ്ടാവണമെങ്കിൽ, പഞ്ചായത്ത് ഉണ്ടാവണമെങ്കിൽ, നഗരസഭ ഉണ്ടാവണമെങ്കിൽ, കോർപ്പറേഷൻ വേണമെങ്കിൽ, നിയമസഭ വേണമെങ്കിൽ ഇന്ത്യ ഉണ്ടാവണം. ആ ഇന്ത്യയാണ് RSSന്റെ കാപ്പാലിക്കൂട്ടം കുത്തിവലിച്ചു കൊണ്ടുപോകും. നിങ്ങൾ വാ, പച്ചപ്പതാക എടുത്തു വാ, ഞങ്ങളുണ്ട്, ഒരുമിച്ചു വാ, രാഷ്ട്രീയം പറയാം. ഈ നാടിന്റെ വികസനത്തിന്, ഈ നാടിന്റെ നന്മയ്ക്ക് പോരടിക്കാം. ഞങ്ങളെ ഹൃദയത്തിലേക്ക് കത്തികുത്തി ഇറക്കി ഞങ്ങളെ ഹൃദയത്തിന്റെ ആഴം പരിശോധിക്കലല്ല ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്. വിളറി പിടിക്കുകയാണ് ലീഗിന്, വിളറി പിടിക്കുക. കാരണം എന്താ, കടപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്ത് 25 കൊല്ലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചതാ. എന്ത്, ആടുന്ന് കോണി, ഇവിടുന്ന് ഏണി, മറിച്ച് വെച്ച നാട്ടുകാർ ഏണിയെടുത്ത് വലിച്ച് കടലിലെറിഞ്ഞ് അരിവാൾ ചുറ്റിക നക്ഷത്രാടെ കൊണ്ടുവച്ച് പ്രാന്താകാണിട്ട് ഇങ്ങക്ക് വേനൽക്കാലായാല് നായ്ക്ക് കുറച്ച് പ്രാന്താകുന്നത് പോലെ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഈ പഹയന്മാർക്ക് പ്രാന്താകുക. കത്തിയെടുത്തു പോയി ഹൃദയത്തിന്റെ അകത്ത് കുത്തിയിറക്കാണ്. എന്തിന് ഇപ്പൊ അവര് പറയാ, പിണറായി പറഞ്ഞില്ലേ മുസൽമാൻ വർഗീയവാദികളെന്ന് പറഞ്ഞില്ലേ? ആര്? പിണറായി. എന്താ പറഞ്ഞത്? മുസ്ലിം ലീഗിനെ കുറിച്ച് പറയാൻ എങ്ങനെയാ ഇസ്ലാമിന് ബാധിക്കുക? എടോ, 5 നേരം നമസ്കരിക്കുന്ന മുസൽമാൻ, സക്കാത്ത് കൊടുക്കുന്ന മുസൽമാൻ, 30 ദിവസം നോൻപെടുക്കുന്ന മുസൽമാൻ, ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുള്ള മുസൽമാൻ, കൽപ്പാന്തകാലത്തോളം അല്ലാഹുവിന് മുമ്പിൽ മാത്രം നട്ടല് വളയ്ക്കാൻ മനസ്സുള്ള മുസൽമാൻ, ആ മുസൽമാൻ എങ്ങനെയാ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോ വല്ലാതെ അങ്ങ് രോമാഞ്ചം കൊള്ളുക? ആ മുസൽമാന്റെ സംഘടനയാണോ മുസ്ലിം ലീഗ്? ഇന്ത്യയിലെ എല്ലാ മുസൽമാന്റെ അപ്പോസ്തലന്മാരാണോ മുസ്ലിം ലീഗ്? അല്ല. ഇത് ഞങ്ങളല്ല പറഞ്ഞു കേട്ടോ. ആരാ പറഞ്ഞത്? 1960 നിയമസഭ കഴിഞ്ഞ് 11-12 സീറ്റ് ലീഗിന് കിട്ടി. ലീഗിന് കിട്ടാൻ കൂട്ടിച്ചേർക്കാൻ എന്താ പറ്റിയ ചരിത്രം പറഞ്ഞ തീരൂല. 1959 വിമോചന സമരം ഉണ്ടായി കേരളത്തില്. മലബാറിൽ ലീഗിനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിന്? സമരം ചെയ്യാനല്ല. ഇപ്പം ചെയ്യുന്ന പണി എന്തിന്? കുത്തിത്തിരിപ്പുണ്ടാക്കുക, വർഗീയത ഉണ്ടാക്കുക, എന്നിട്ട് അട്ടിമറിക്കുക. അങ്ങനെ അട്ടിമറിച്ച് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ടപ്പോ 1960 തെരഞ്ഞെടുപ്പിൽ 11-12 സീറ്റ് മുസ്ലിം ലീഗ് നേടി. 12 സീറ്റോളം നേടിയ മുസ്ലിം ലീഗ് അന്ന് കോൺഗ്രസോട് പറഞ്ഞു, ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണം. എന്താ കോൺഗ്രസുകാരൻ ലീഗിനെ വിളിച്ച പേര് എന്നറിയോ? ഈ കുതിക്കുന്ന സിംഹം എന്നല്ല. നെഹ്റു പറയാ ലീഗ് ചത്ത കുതിരയാ. ആര്? ചത്ത കുതിരയാണ്. ആരാ പറഞ്ഞത്? പിണറായി അല്ല, CPM അല്ല. ജവഹർലാൽ നെഹ്റു പറയുന്നു ലീഗ് ചത്ത കുതിരയാണ്, അടുപ്പിക്കരുത്. അടുപ്പിച്ചാൽ കോൺഗ്രസിന്റെ നാശം. എന്റെ പ്രിയപ്പെട്ട നെഹ്റു അങ്ങ് പറഞ്ഞ എത്ര സത്യ. അന്ന് പറഞ്ഞു ലീഗിന് അടുപ്പിച്ചാൽ കോൺഗ്രസിന്റെ നാശം. അന്ന് മുതൽ തുടങ്ങി കോൺഗ്രസിന്റെ നാശം. അതാ പിണറായി പറഞ്ഞത്. നെഹ്റു പറഞ്ഞത് ഒന്ന് പിണറായി ആവർത്തിച്ചേ ഉള്ളൂ. അപ്പോ ലീഗിന് മന്ത്രിസ്ഥാനം കൊടുക്കാൻ തയ്യാറായില്ല. മറിച്ചോ 1960 മാർച്ച് മാസം 15-ാം തീയതി മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി ബഹുമാനപ്പെട്ട സിദി സാഹിബ് കേരളത്തിന്റെ സ്പീക്കറായിട്ട് വരികയാണ്. കേരളത്തിന്റെ സ്പീക്കറായി ബഹുമാനപ്പെട്ട സിദി സാഹിബ് അവരോധിക്കപ്പെടുകയാണ്. മന്ത്രിസ്ഥാനം കൊടുത്തില്ല മുസ്ലിം ലീഗിന്. നിർഭാഗ്യവശാൽ കാലയവനികയ്ക്കുള്ളിൽ 1 വർഷം കൊണ്ട് സിദി സാഹിബ് നമ്മെ വിട്ടു പോവുകയാണ്. 1961 ഏപ്രിൽ മാസം 17-ാം തീയതി സിദി സാഹിബ് അദ്ദേഹം അവസാനത്തെ വിശ്രമത്തിന് വേണ്ടി യാത്രയായി. സിദി സാഹിബിന്റെ മരണശേഷം സ്പീക്കർ സ്ഥാനം ഞങ്ങൾക്ക് തന്നെ വേണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് വീണ്ടും രംഗത്ത് വരികയാണ്. ആ സമയത്താണ് മലബാറിലെ കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവായ ഗോവിന്ദൻ നായർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്, ഇപ്പോ ഈ മുസ്ലിം ലീഗിന് സ്പീക്കർ സ്ഥാനം കൊടുക്കാൻ സാധ്യമല്ല. മുസ്ലിം ലീഗിന് സ്പീക്കർ സ്ഥാനം കൊടുക്കാൻ ഇനി സാധ്യമല്ല. അങ്ങനെ കൊടുക്കണമെങ്കിൽ ഈ ലീഗിന്റെ വർഗീയത ഒഴിവാക്കണം. CK ഗോവിന്ദൻ നായരുടെ വാദമായിരുന്നത്. എന്റെ അഭിപ്രായമല്ല, ഗോവിന്ദൻ നായരുടെ വാദമായിരുന്നു. ഹൈക്കമാൻഡിനെ ബന്ധപ്പെട്ടു. ഹൈക്കമാൻഡ് പറഞ്ഞത് ലീഗിന്റെ വിലപേശലിനോട് ഒരു കാരണവശാലും യോജിക്കരുത്, ലീഗിന് കൊടുക്കേണ്ടതായിട്ടില്ല. അവസാനം CH എങ്ങനെയാ സ്പീക്കറായെന്നറിയോ പ്രിയപ്പെട്ട കുട്ടികളെ? നിങ്ങൾക്ക് സ്പീക്കറായത് ഞങ്ങളെ തച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഈ CH 1961 ഏപ്രിൽ മാസം 17-ാം തീയതി സിദി സാഹിബിന്റെ മരണത്തോടുകൂടി CH സ്പീക്കറാവുന്നത് മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ചിട്ട്. മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ചാൽ മാത്രമേ സ്പീക്കറാക്കൂ എന്ന് കോൺഗ്രസിന്റെ കടുത്ത വാശിക്ക് മുമ്പിൽ അധികാര കൊതിമൂത്ത്, അധികാരത്തിന്റെ മത്ത് പിടിച്ച്, അധികാരത്തിന്റെ അപ്പക്കഷ്ടം നുടയാൻ വേണ്ടി സ്വന്തം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച്
സ്പീക്കറായി ഞങ്ങളോട് പറഞ്ഞാൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് പാർട്ടിക്കൊപ്പം നിൽക്കും ഞങ്ങള്. അതാണ് വ്യത്യാസം. പാർട്ടിക്കൊപ്പം നിൽക്കും. വയനാട്ടില് പ്രധാനമന്ത്രി വന്ന സമയത്ത് പച്ചക്കൊടി വീശി ഉത്തരേന്ത്യയില് പാകിസ്ഥാന്റെ പതാകയാണെന്ന് പറഞ്ഞപ്പോ പച്ചക്കൊടി ചുരുട്ടി വെച്ചോളി എന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോ ചുരുട്ടി വെച്ച രാഹുലിന്റെ പിന്നാലെ വെള്ളക്കൊടി വീശിയവരാണ് ഈ കുഞ്ഞന്മാര്. ആ കുഞ്ഞന്മാരാണ് ഇടതുപക്ഷത്തെ പഠിപ്പിക്കാൻ വരുന്നത്. നിങ്ങൾ ഓർക്ക്, നിങ്ങൾ വർഗീയവാദികളെന്ന് വിളിച്ചു പറഞ്ഞത് ഞങ്ങളല്ല പ്രിയപ്പെട്ടവരെ. അതിനു മുമ്പ് ഇന്ന് നിങ്ങൾ മൂട് താങ്ങുന്ന കോൺഗ്രസ്സുകാര്. അതിനുശേഷം മലബാറിന്റെ മണ്ണിനകത്തേക്ക് സി കെ ഗോവിന്ദൻ നായരുടെ അഭിപ്രായം പോലെ വിലപേശി 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 മുസ്ലിം ലീഗ് വരികയാണ്. രാഷ്ട്രീയം പറഞ്ഞിട്ടാണോ? രാഷ്ട്രീയം പറഞ്ഞിട്ടാണ്. ലീഗിന്റെ ഏതെങ്കിലും പൊതുയോഗത്തിനകത്ത് NRC കുറിച്ച് പറയാറുണ്ട്? ലീഗിന്റെ ഏതെങ്കിലും പൊതുയോഗത്തില് പെട്രോളും ഡീസലിനും വിലയെ കുറിച്ച് പറയാറുണ്ട്? ലീഗിന്റെ ഏതെങ്കിലും പൊതുയോഗത്തിന്റെ മണ്ണില് നാടിന്റെ മണ്ണിനകത്തുള്ള RSS നടനാട്ടിനെ കുറിച്ച് പറയാറുണ്ട്? ലീഗിന്റെ ഏതെങ്കിലും പൊതുയോഗത്തിനകത്ത് ഈ രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന വർഗീയതയെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല, പറയാറില്ല. എന്നാൽ പ്രിയപ്പെട്ട മുസ്ലിം ലീഗുകാരാ, നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിം ലീഗിനെ പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് നോവില്ല. കാരണം അവർക്കറിയാം. അതുകൊണ്ടാണ് ഈ കേരളത്തിന്റെ മണ്ണിനകത്ത് അഭൂതപൂർവമായ ചരിത്ര വിജയം നാടിന്റെ മണ്ണ് ഇടതുപക്ഷം നേടിയത്. എന്തുകൊണ്ടാണെന്നറിയോ? 6666 ആയത്തുകൾ ആലേഖനം ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, ഹൃദയത്തിലേക്ക് സംശീകരിച്ച ഒരു മുസൽമാൻ ഇത്തവണ കൈപ്പത്തിക്കും കോണിക്കുമല്ല കുത്തിയത്. 6666 ആയത്തുകൾ തലച്ചോറിന്റെ അകത്തേക്ക് വലിച്ചെടുത്ത ഒരു മുസൽമാൻ ഇത്തവണ കുത്തിയത് അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തില്. എന്താ കാരണം? വെൽഫെയറിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും കൂട്ടുപിടിച്ച നാടിന്റെ മണ്ണിനകത്തൊരു വോട്ട് വേടാൻ, ഒരു സീറ്റ് നേടാൻ നിങ്ങൾ കളിച്ച ഗിമ്മിക്ക് വർഗീയവാദികൾ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദിന്റെ വാക്ക് പിന്തുടരുന്ന ഒരു മുസൽമാൻ എങ്ങനെയാണ് കോണിക്ക് കുത്തുക? എങ്ങനെയാണ് കൈക്ക് കുത്തുക? RSSന്റെ വോട്ട് വാങ്ങി, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി, SDPയുടെ വോട്ട് വാങ്ങി. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ആ ജയത്തെ അർഹിക്കുന്ന അവജ്ഞതയോടെ പുച്ഛിച്ചു തള്ളാൻ കേരള മണ്ണ് കാത്തിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങളെ വെറുത്തത്. അതുകൊണ്ടാണ് ഔഫും കൂട്ടരും കാസർഗോഡിന്റെ മണ്ണിനകത്ത് പോരടിച്ചത്. അതുകൊണ്ടാണ് ഓമശ്ശേരി പഞ്ചായത്തിനകത്തുള്ള സഖാക്കള്, ഓമശ്ശേരി പഞ്ചായത്തിനകത്ത് മനുഷ്യനെ സ്നേഹിക്കുന്നവര് ഈ നാടിന്റെ മണ്ണിടതുപക്ഷത്തിന് വേണ്ടി കൂട്ടുനിന്നത്. അവരെ അടിക്കാൻ ലീഗ് അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓമശ്ശേരി മാത്രല്ല കേരളം ലീഗ് മനസ്സിലാക്കുക. ഓമശ്ശേരി മാത്രല്ല ലീഗ്. പ്രിയപ്പെട്ടവരെ, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ സ്ഥലങ്ങളുണ്ട്. ആടുന്നോലും തുടങ്ങിക്കഴിഞ്ഞാൽ ഓടി ഓടി ഏട് എത്തും. പ്രിയപ്പെട്ടവരെ, ഞങ്ങള് കുറച്ചെങ്കിലും ചിന്തിക്ക്. അപ്പം തിന്ന്, അപ്പത്തിന് വള്ളിയിട്ട് തിന്നല്ലേ. അപ്പം തിന്നുന്ന ബുദ്ധി കാണിക്ക് പ്രിയപ്പെട്ട ലീഗ്. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു കാര്യം നോക്ക്, കേരളത്തിന്റെ മണ്ണിനെ തകർക്കാൻ ഈ കൂട്ടങ്ങൾ പരിശ്രമിക്കാണ്. കറിയണം സഖാക്കളെ, കേരളത്തിന്റെ മണ്ണ് തകർക്കാൻ പരിശ്രമിക്കാൻ ഈ കൂട്ടങ്ങൾ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഏഷ്യാനെറ്റിന്റെ സർവേ മനസ്സിനകത്ത് ശാംശീകരിച്ച് പ്രാന്ത് പിടിച്ച് കോൺഗ്രസും ലീഗും ഓടുന്ന സമയം ഒരുപാട് സമരങ്ങൾ നാടിന്റെ മുക്കില്. അങ്ങനെയാണ് സ്വർണം വരുന്നത്. കേരളത്തിന്റെ മണ്ണിനകത്തെ സ്വർണം വരുന്നു ഡിപ്ലോമാറ്റിക് ബാഗിൽ. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കറിയുന്നത്. ഡിപ്ലോമാറ്റിക് ബാഗിനകത്ത് സ്വർണം വന്നു. വി മുരളീധരനാണ് സ്വർണം കൊണ്ടുവന്ന് പകൽ പോലെ സത്യമായി അനിൽ നമ്പ്യാരുടെ കൊങ്ങയ്ക്ക് പിടിച്ച് കസ്റ്റംസിലെ ധീരരായിരിക്കുന്ന ഉദ്യോഗസ്ഥർ പറയടാ എന്ന് പറഞ്ഞപ്പോ വി മുരളീധരന്റെ പേര് പുറത്ത് ചാടുന്നതിന് മുൻപ് ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ അങ്ങ് ഉത്തർപ്രദേശിലേക്ക് സ്ഥലം മാറ്റി കേന്ദ്ര ഗവൺമെന്റ്. മിണ്ടിയില്ല ലീഗ്, മിണ്ടിയില്ല കോൺഗ്രസ്. എല്ലാ കൂട്ടങ്ങളെയും കൂട്ടി ഇടതുപക്ഷത്തിന്റെ സമരം. അങ്ങനെയാണ് ഒരു വാർത്ത കേൾക്കുന്നത്. എന്താ വാർത്ത? പിണറായി ലീഗിനെ കുറിച്ച് പറഞ്ഞു. അയ്യോ, മുസൽമാനെ കുറിച്ച് പറയുന്നേ. മുസൽമാനെ തരം താത്തിയ സമരം ചെയ്തത് ആരാ? നിങ്ങളല്ലേ? ഡിപ്ലോമാറ്റിക് ബാഗിന്റെ പിന്നാലെ പോകുന്ന സമയത്താണ് ഒരു വാർത്ത വരുന്നത്. 3 പെട്ടി ഖുർആൻ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ 3 പെട്ടി ഖുർആൻ കേരളത്തിലേക്ക് വന്നത് റംസാൻ മാസത്തിലാണ്. അങ്ങനെ വരാറുണ്ട്. ശുദ്ധ അറബി ഭാഷയിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഖുർആൻ നാടിന്റെ മണ്ണിനകത്തേക്ക് എല്ലാ പുണ്യ റംസാൻ മാസത്തിലും സംഭാവന കൊടുക്കാറുണ്ട്, സംഭാവനം കൊടുക്കാറുണ്ട് UAE.
അങ്ങനെ വന്നു 3 പെട്ടി. ഈ നാടിന്റെ മണ്ണിനകത്ത് ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന KT ജലീലിനോട് ചോദിച്ചു, നിങ്ങൾ കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ കൊടുക്കാം. അപ്പോൾ RSS ചോദിക്കുന്ന ഭഗവത്ഗീത എന്നാ കൊടുക്കുക, എന്താ ഖുർആൻ മാത്രം? കണ്ടില്ലേ, സുഡാപ്പികളായിട്ടുള്ള ഒരു ബന്ധം കണ്ടില്ലേ? RSS അപ്പുറത്ത്. ഞങ്ങൾ അന്നും പറഞ്ഞു RSS ഭഗവത്ഗീത കൊടുത്തിട്ടുണ്ട്. 900 നാടിന്റെ മണ്ണിനകത്തേക്ക് സഖാ VK നായന 997 ഈ കേരളം ഭരിക്കുന്ന സമയത്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നാടിന്റെ മണ്ണ് കാണാൻ വരുന്നത്. കേരളത്തിലേക്ക് വന്ന മാർപ്പാപ്പ ചിരിക്കുന്ന നായനാരുടെ കയ്യിലേക്ക് ഒരു പുസ്തകം വെച്ച് കൊടുത്ത്, ആ പുസ്തകത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നല്ല, ആ പുസ്തകത്തിന്റെ പേര് ഹോളി ബൈബിൾ. ബൈബിള് നെഞ്ചോട് നീട്ടി സ്വീകരിച്ചു ആര്? VK നായനാർ. മറിച്ചൊരു പുസ്തകം വേറെ കൊടുത്ത പുസ്തകത്തിന്റെ പേര് ദാസ് ക്യാപിറ്റൽ എന്നല്ല, കൊടുത്ത പുസ്തകത്തിന്റെ പേര് ഭഗവത്ഗീത എന്ന. മാർപ്പാപ്പ പുസ്തകവും വാങ്ങി. അങ്ങനെയൊക്കെ ഉണ്ട് നാടിന്റെ മണ്ണില്. പുണ്യ റംസാൻ മാസത്തില് 30 ദിവസത്തില് വ്രതമേറ്റെടുത്ത് സ്വർഗത്തിലേക്ക് സ്വപ്നം കണ്ടിരിക്കുന്ന വിശ്വാസിക്ക് വായിച്ചു പഠിക്കാൻ ശുദ്ധ അറബി ഭാഷയിൽ പിണ്ഡിത ഗ്രന്ഥങ്ങള് UAE കൊടുക്കുക. ആ പുസ്തകങ്ങൾ കൊടുത്തു. എന്താ യൂത്ത് ലീഗ് പറഞ്ഞത്? എന്താ മുസ്ലിം ലീഗ് പറഞ്ഞത്? നിങ്ങൾ ഈ നാടിന്റെ മണ്ണിനകത്ത് ഒരു വോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ മുസ്ലിം വർഗീയത പറയല്ലേ. ഞങ്ങളോടൊന്നും മറന്നുപോയിട്ടില്ല. എന്താ പറഞ്ഞത്? ഇതാ ഖുർആന്റെ പിന്നിന്റെ അകത്ത് KT ജലീലും പിണറായിയും സ്വർണം കടത്തി. ഇതിന്റെ പിന്നില് ഖുർആന്റെ പേജിന്റെ അകത്ത് 6666 ആയത്ത് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം തടിച്ച പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ ഉള്ളിൽ സ്വർണം കടത്തിക്കൊണ്ടുപോന്നിട്ട് അന്വേഷിക്കണം. ആരാ പറഞ്ഞത്? K സുരേന്ദ്രനാണോ? അല്ല. ആരാ പറഞ്ഞത്? നാടിന്റെ മണ്ണിനകത്ത് ശശികലയാണോ? അല്ല. ആരാ കത്തെഴുതിയത്? വിശ്വഹിന്ദു പരിഷത്തിന്റെ RV ബാബുവാണോ? അല്ല. ആരാ എഴുതിയത്? UDFന്റെ കുഞ്ഞാപ്പയും ബഷീർ സാഹിബും ഷാജിയും മുനീറും അങ്ങനെയുള്ള ഈ ഓമശ്ശേരിക്കകത്തുള്ള മുസ്ലിങ്ങള് യൂത്ത് ലീഗും അതുപോലെ മൂത്ത ലീഗും ഒരുമിച്ച് നിൽക്കുന്ന UDFന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന അന്നത്തെ UDFന്റെ കൺവീനർ ബെന്നി ബെഹനാൻ കത്തെഴുതിയതാർക്കാ? സോണിയയ്ക്കാണോ? അല്ല. രാഹുലിനാണോ? അല്ല. മുല്ലപ്പള്ളിക്കാണോ? അല്ല. കത്തെഴുതി അയച്ചത് ഇന്ത്യയുടെ പാർലമെന്റിന്റെ മണ്ണിനകത്ത് മുസൽമാനെ അട്ടിയോടിക്കാൻ നിയമം സൃഷ്ടിക്കുന്ന നരേന്ദ്രമോദിക്ക് ഒരു കത്താണ്. അന്വേഷിക്കണം. ഖുർആന്റെ വരവ് അന്വേഷിക്കണം. ഖുർആന്റെ പിന്നിൽ സ്വർണ്ണക്കള്ളക്കടത്തുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് കത്തെഴുതി അയച്ചു കൊടുത്തിട്ടുണ്ട്. ബെന്നി ബെഹനാൻ മിണ്ടിയോ? കുഞ്ഞാലിക്കുട്ടി മിണ്ടിയോ? ബഷീർ സാഹിബ് മിണ്ടിയോ? KM ഷാജി മിണ്ടിയോ? അബ്ദുറബ്ബ് മിണ്ടിയോ? നാടിന്റെ മണ്ണിനകത്തുള്ള ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ മിണ്ടിയില്ല. നാടിന്റെ മണ്ണിനകത്ത് സമരം. ഇതാ വിശുദ്ധ ഖുർആന്റെ പിറകിൽ സ്വർണ്ണമുണ്ട് എന്ന് വിളിച്ചു സമരം RSS ഏറ്റെടുത്തു. അതുപോലെ തന്നെ ഈ BJP ഏറ്റെടുത്തു. അവസാനം ആർക്ക് വരേണ്ടി വന്നു? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, മുത്തുകോയ ജിഫ്രി തങ്ങൾ ഒരുമിച്ച് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു വോട്ടിന് വേണ്ടി സമരം ചെയ്തോ, നിങ്ങൾ സീറ്റിന് വേണ്ടി സമരം ചെയ്തോ, ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ഉപയോഗിക്കല്ലേ, ഖുർആനെ കൂട്ടുപിടിച്ച് വോട്ട് ചോദിക്കല്ലേ, ബൈബിളിനെ കൂട്ടുപിടിച്ച് വോട്ട് ചോദിക്കല്ലേ, ഭഗവത്ഗീതയെ കൂട്ടുപിടിച്ച് വോട്ട് ചോദിക്കല്ലേ. അങ്ങനെ ചോദിച്ചാൽ തകരും ഇന്ത്യയുടെ ഭരണഘടന. പിന്നെ നമുക്ക് ഈ രാജ്യം സ്വസ്ഥതയില്ലെന്ന് പറയേണ്ടി വന്നില്ലേ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക്, മുത്തുകോയ തങ്ങൾക്ക് പറയേണ്ടി വന്നില്ലേ? എന്നിട്ട് നിർത്തിയോ? ഞങ്ങൾ ചോദിക്കട്ടെ യൂത്ത് ലീഗ്, പിണറായി വിജയൻ രാഷ്ട്രീയം പറഞ്ഞപ്പോ അത് മുസൽമാനെതിരെ കേരളത്തിന്റെ മണ്ണിനകത്ത് കലക്ട്രേറ്റുകളിലേക്ക്, ഈ കേരളത്തിന്റെ മണ്ണിനകത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ദേഹത്തിന്റെ അകത്തേക്ക് മാരകായുധങ്ങളുമായി ആക്രമിച്ച് ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആശുപത്രിക്കകത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ വന്നത് ഖുർആൻ സമരത്തിലല്ലേ? ഞങ്ങൾ ചോദിക്കട്ടെ, ഞാൻ വിശുദ്ധ ഖുർആൻ പഠിച്ചവനല്ല. 6666 ആയത്തിന്റെ ആയത്തുകൾ മനസ്സിൽ സൂക്ഷിച്ചവനല്ല. ഇപ്പുറത്ത് നേരത്തെ ഞാൻ വരുമ്പോ അവിടെയുള്ള ജുമാമത്തിനകത്ത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു മഹാനാണ് പ്രാർത്ഥിക്കാൻ വാ എന്ന് വിളി കേൾക്കുന്ന സമയത്ത് ആ ജുമാമത്തിന്റെ മിനാരത്തിൽ കയറി മുസല്ലയിട്ട് നമസ്കരിക്കുന്നവനുമല്ല ഞാൻ ഏതെങ്കിലും ഒരു മതത്തിന്റെ അഡ്രസ് അല്ല, ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗവാക്കല്ല. പച്ചയായ മനുഷ്യൻ
മനുഷ്യനാണ്. പക്ഷേ എന്റെ സുഹൃത്തുക്കൾ പറയും, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ആ ഖുർആന്റെ ആയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പോലും, നിന്റെ അയൽവാസി വിശന്നിരിക്കുമ്പോ നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നീ യഥാർത്ഥ മുസൽമാനല്ല. സ്വർഗം തേടി നീ അലയണ്ട, സ്വർഗം തേടി നീ അലയണ്ട, നിന്റെ മാതാവിന്റെ കാലടിയിലാണ് സ്വർഗം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പോലും. ആ ഖുർആന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് പോലും, എന്റെ മതമല്ല നിന്റെ മതം, നിന്റെ മതമല്ല എന്റെ മതം, എന്റെ ദൈവമല്ല നിന്റെ ദൈവം, നിന്റെ ദൈവമല്ല എന്റെ ദൈവമെങ്കിലും ലക്കും ദീനുക്കും വലിയ ദീൻ, എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ മതം എഴുതി വെച്ചിട്ടുണ്ട് പോലെ പുസ്തകത്തിന്റെ അകത്ത്. ആ പുസ്തകത്തെ ഒരു വോട്ടിന് വേണ്ടി ഉപയോഗിച്ച് സമരം നടത്തി കൂട്ടങ്ങൾ. ഈ കൂട്ടങ്ങൾ നമ്മളെ കണ്ടാൽ ഓടിയൊന്നടിക്കില്ലേ സഖാക്കളെ? നമ്മളെ നെഞ്ചിലേക്ക് കത്തികുത്തി ഇറക്കില്ലേ സഖാക്കളെ? നമ്മളെ നെഞ്ചിനകത്ത് കൂട്ടുകൂടി SDPIയുടെ വടിവാളിന്റെ മൂർച്ച നോക്കില്ലേ? ഇവർക്ക് വേണ്ടത് അധികാരമാണ്, ഇവർക്ക് വേണ്ടത് നാടിന്റെ മണ്ണിന്റെ അകത്തേക്ക് ഒരു സീറ്റ്. അത്രയും നെറികെട്ട രാഷ്ട്രീയത്തിലേക്ക് ഈ കൂട്ടങ്ങൾ മാറിപ്പോവുകയാണ്. പിന്നീട് എന്തൊക്കെ കേരളത്തിന്റെ മണ്ണിനകത്തുണ്ടായി ഞാൻ വിശദമാക്കുന്നില്ല. കേരളത്തിന്റെ മണ്ണിനകത്ത് കാരക്ക കൊടുത്തു UAE. ആർക്കാ കൊടുത്തത്? ഈ ഓമശ്ശേരി ഹൈസ്കൂൾ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഓമശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടോന്ന് എനിക്കറിയില്ല, എങ്കിലും ഓമശ്ശേരി UP സ്കൂൾ ഉണ്ടാവാം. ആ UP സ്കൂൾ പഠിക്കുന്ന പോലെയുള്ള കുട്ടികൾക്കല്ല UAE കാരക്ക കൊടുത്തത്. ആർക്കാ കൊടുത്തത്? സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക്. ആരാ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികള്? ആരാ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നവര്? നിങ്ങളൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ താഴ്വരത്തിലുള്ള വെള്ളിപ്പറമ്പ് ആ പ്രദേശത്തിനകത്ത് AWH സ്പെഷ്യൽ സ്കൂൾ ഉണ്ട്. നിങ്ങളൊന്ന് വാ, റഹ്മാനിയ സ്കൂൾ ഒന്ന് വാ. ആ സ്പെഷ്യൽ സ്കൂളിനകത്ത് ആ കുഞ്ഞുങ്ങളുടെ അടുത്തൊന്ന് 10 മിനിറ്റ് ഒന്ന് ഇരിക്കി. നിങ്ങള് ആ കുഞ്ഞിന്റെ അടുത്ത് 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ കരയാതെ ഇറങ്ങിപ്പോരാൻ പറ്റില്ല നിങ്ങൾക്ക്. നരേന്ദ്രമോദി ആരും അറിയാത്ത കുഞ്ഞുങ്ങള്, കുഞ്ഞാലിക്കുട്ടി അറിയാത്ത, UDFനെ കുറിച്ച് അറിയാത്ത, LDFനെ കുറിച്ച് അറിയാത്ത കുഞ്ഞുങ്ങള്, ആകാശത്തുള്ള മാരിവിൽ നിറമറിയാത്ത കുഞ്ഞുങ്ങള്, ആ കുഞ്ഞുങ്ങൾക്ക് റംസാന്റെ ഭാഗമായി ഒരു കാരക്ക സമ്മാനം കൊടുത്തു UAE. എന്താ ലീഗും കോൺഗ്രസും പറഞ്ഞത്? കാരക്കയുടെ കുരു തോണ്ടിയെടുത്ത് സ്വർണം ഉരുട്ടിക്കേറ്റി പിണറായിയും ജലീലും അന്വേഷിക്കണം. ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നില്ലേ? ആ കുഞ്ഞുങ്ങളെ വലിച്ചടച്ചില്ലേ സമരത്തിലേക്ക്? ഏതെങ്കിലും സമരം ക്ലച്ച് പിടിച്ച, ഏതെങ്കിലും സമരം പിണറായി വിജയന്റെ രോമത്ത് തൊട്ടോ? മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, RSS, നിങ്ങളുടെ ED, നിങ്ങളുടെ എൻഫോഴ്സ്മെന്റ്, നിങ്ങളുടെ നാടിന്റെ മണ്ണിനകത്ത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളവരെല്ലാം തൊട്ടോ? ഇടതുപക്ഷ പ്രവർത്തകർക്ക് തല കുമ്പിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായോ ഈ 5 വർഷം പൂർത്തിയാകാൻ പോകുന്ന സമയത്ത്? ഏതെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകർക്ക്, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത ഏതെങ്കിലും ഓമശ്ശേരിയിലെ ജനങ്ങൾക്ക് തല കുമ്പിടേണ്ടി വന്നിട്ടുണ്ടോ ഈ 5 വർഷം? ഏതെങ്കിലും വർഗീയവാദികൾ നിരങ്ങിയോ കേരളത്തിന്റെ 5 വർഷം? പെരുന്നയിൽ NSSന്റെ ആസ്ഥാനത്ത് നിറമില്ലാത്ത നായരെ മാറ്റി നിറമുള്ള നായരെ വെച്ച് താക്കോൽദാനം കൊടുത്ത് NSSന്റെ പണിക്കര് ഇടപെട്ടോ ഈ 5 വർഷം? വെള്ളാപ്പള്ളി ഇടപെട്ടോ ഈ 5 വർഷം? ഏതെങ്കിലും സമുദായ നേതാക്കന്മാർ ഇടപെട്ടോ ഈ 5 വർഷം? എല്ലാവർക്കും തുല്യമായിട്ടില്ലേ? ഇതാ നാടിന്റെ മണ്ണിനകത്ത് കൊറോണ സംഹാര താണ്ഡവം ആടിയപ്പോ ആ ഇസ്ലാം ഈക്വൽ ടു ലവ്, ഇസ്ലാം സമം സ്നേഹം എന്ന് പഠിപ്പിച്ച മൊയ്ലിയാർക്ക് പണിയില്ല. കൊടുത്തില്ലേ ക്ഷേമം ഒരു സഹായമായിട്ട് 1 രൂപ? കൊടുത്തില്ലേ ഒരു നിശ്ചിത തുക? അപ്പുറത്ത് പടച്ച തമ്പുരാൻ വിഗ്രഹത്തിൽ, അമ്പലത്തിനകത്ത് വിഗ്രഹത്തിലെ ചന്ദനം മരച്ച് പടച്ചവനെ കുറി തൊടുന്ന പാവപ്പെട്ട ജീവനക്കാർ തുളസിയും തെച്ചിയും മുല്ലയും പിച്ചിയും തുന്നിച്ചേർത്തുകൊണ്ട് പടച്ച തമ്പുരാന്റെ കഴുത്തിനകത്തേക്ക് മാലയിടുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് കൊറോണയായിട്ട് പണിയില്ല. കൊടുത്തില്ലേ അവർക്കൊരു സഹായം? മൊയ്ലിയാർക്ക് മാത്രമല്ല അമ്പലക്കാർക്കും കൊടുത്തില്ലേ സഹായം? ജാതി നോക്കിയിട്ടാണോ മതം നോക്കിയിട്ടാണോ ഈ ഗവൺമെന്റ് ചെയ്യുന്ന? ലീഗിന്റെ അവസ്ഥ എന്താ? ലീഗിന്റെ അവസ്ഥ എന്താ? ഈറ്റങ്ങൾക്ക് പ്രാന്താണെന്ന് പറയാൻ പറ്റൂ. 2 വോട്ട് ചെയ്തില്ല അന്ന് മുസ്ലിം ലീഗിന്. 2 വോട്ട് ചെയ്തില്ല. ഒന്നാരാ? പാലാരിവട്ടം പാലം അമ്മായിന്റെ വരവിന് അലുവ മുറിക്കുന്ന പോലെയാ പാലാരിവട്ടം പാലം മുറിച്ചത്. മനസ്സിലായില്ലേ? മുറിച്ചാടെ വെക്കുക. ആർക്ക്? മുസ്ലിം ലീഗ് അണ്ണാക്കല് ഇടാൻ വേണ്ടി ഇട്ടോ പോയിട്ട്. ആരെ വൈസിയ കിറ്റ് കൊടുത്തപ്പോ പിണറായിന്റെ തറവാട്ട് സ്വത്തല്ല, നികുതി പണം, ഒരു മണ്ണാങ്കട്ടയല്ല. ഒരു മണ്ണാൻ നിങ്ങൾ അടിച്ചില്ലേ ഇവിടുത്തെ സഖാക്കളെ? ലീഗെ നിങ്ങൾ അടിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ക്ഷമിക്കണം. ഇവിടെയുള്ള നേതാക്കൾ എന്നോട് ക്ഷമിക്കണം. തെറ്റാണെങ്കിൽ നിങ്ങൾ പൊറുക്കണം. എന്നാലും പറയാതിരിക്കാതെ വയ്യ. നിങ്ങൾ അടിച്ചില്ലേ DYFIയുടെ സഖാക്കളെയോ മറ്റോ ഇവിടുത്തെ സ്ഥാനാർത്ഥികളായവരെയൊക്കെ അടിച്ചില്ലേ? എന്നാൽ അറിയോ, ആ കിറ്റ് ഉക്കത്ത് വെച്ച് കൊണ്ടുപോകുന്നത്
മറ്റവന്റെ കണ്ടവന്റെ കുപ്പയിൽ തോണ്ടി ആക്രി സാധനങ്ങൾ പെറുക്കിയെടുത്ത് ഈ ഇരിക്കുന്ന സഖാക്കള് വിറ്റ് മുഖ്യമന്ത്രി കൊടുത്ത പൈസയെന്നാക്കിറ്റ് ആ കിറ്റ് അങ്ങളും നക്കുന്നത് ലീഗെ. മനസ്സിലായോ? ഇതല്ല. അടിച്ചോ, ഇനിയും വന്ന് അടിച്ചോ നിങ്ങളെ. ആ പണ, ആ പൈസ എന്നാല് പാലാരിവട്ടം പാലത്തിനകത്ത് കുഞ്ഞാപ്പന്റെ തറവാട്ടെന്ന് കൊണ്ടുവന്നതല്ല. മനസ്സിലായോ? നിങ്ങൾ കുഞ്ഞാപ്പേന്റെ തറവാട്ടല്ല ഈ നടക്കുന്ന ഇബ്രാഹിം കുഞ്ഞിന്റെ അമ്മായിക്ക് കിട്ടിയ പൈസയല്ല. ആരെ പൈസയാ? നികുതി പൈസയാ. ആ നികുതി പൈസ കട്ടുമുടിച്ചിട്ട് ജയിലിന്റെ ഉള്ളിനകത്ത് വലിച്ചെറിഞ്ഞു. തല കുമ്പിട്ട് പോയില്ലേ ലീഗാരൻ്റെത്? തല കുമ്പിട്ട് പോയില്ലേ? അപ്പുറത്ത് മറ്റൊരുത്തൻ എന്താ? മുസ്ലിം ലീഗാരെ തന്നെ പറ്റിച്ചു. 175 ആളാ കോടികൾ വാങ്ങി. അപ്പുറത്തൊരുത്തൻ ഇഞ്ചി വിറ്റ് കോടികൾ ഉണ്ടാക്കി വലിയൊരു വീട്. ഇവിടെ മാത്രല്ല, അഴീക്കോട് പോയൊക്കെ. അഴീക്കോട് അയാളെന്നോ ഹൈക്കോടതി പറഞ്ഞതാട്ടോ, നമ്മളല്ല. പിണറായി വിജയൻ ഹൈക്കോടതി പറഞ്ഞ ഷാജി എങ്ങി വർഗീയവാദി, എനിക്ക് ശമ്പളം തരൂല, ഹൈക്കോടതിയാ പറഞ്ഞത്. ഷാജിനെ മുഖത്ത് നോക്കിയിട്ട് ഷാജി എങ്ങി വർഗീയവാദിയാന്ന് പറഞ്ഞത് കേരള ഇന്ത്യയിലെ ജുഡീഷ്യറിയാണ്. കാരണം എന്താ? വർഗീയത അച്ചടിച്ച നാട് നീളെ കൊടുത്തുകൊണ്ട് വോട്ട് വാങ്ങി KM ഷാജി. മുസൽമാന് പറ്റുന്ന പണിയാണോ? ആണോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മുസൽമാൻ സമം ലീഗ് അല്ല, മുസൽമാൻ സമം മുസ്ലിം ലീഗ് അല്ല. മുസൽമാൻ സമം സ്നേഹ, മുസ്ലിം സമം സ്നേഹ. ആ സ്നേഹമാണ് ഈ നാട് ഇങ്ങനെ മാറുന്നത്. അതിനെ തകർക്കാനാണ് അപ്പുറത്ത് RSSും ഇപ്പുറത്ത് ലീഗും. അതിനാണ് ഇവർ അക്രമം ഉണ്ടാക്കി നാടിന്റെ മണ്ണിന് ശ്രമിക്കുന്നത്. സഖാക്കളെ കരുതിയിരിക്കണം, സഖാക്കളെ കരുതിയിരിക്കണം. ഇന്നലെ ഒറ്റക്കുത്തിന് ഒരു ആൾക്ക് എനിക്കൊരു കോഴീനെ ഒറ്റവെട്ടിന് കൊല്ലാൻ പറ്റൂല, എനിക്കൊരു കോഴി ഒറ്റവെട്ടിന് കൊല്ലാൻ പറ്റൂല. കാരണം കത്തി വെക്കുമ്പോൾ നമ്മളെ മനസ്സിങ്ങനെ പടയും. എന്നാലും ഇറച്ചി ഞാൻ തിന്നും. അപ്പുറത്ത് പീടിയെ പോയിട്ട് 1 കിലോ ഇറച്ചിയും ഞാൻ കുറച്ച് അപ്പുറം പോയി നിൽക്കും കോഴിനെ പിടിച്ച് കൊല്ലുന്നത് കാണുമ്പോൾ. മനുഷ്യർ ഒറ്റക്കുത്തിന് എങ്ങനെ ഒരു മനുഷ്യനെ കൊല്ലുക? എങ്ങനെയാ കൊല്ലുക ഒറ്റക്കുത്തിന് ഒരു മനുഷ്യനെ? ഹക്കിനെ കൊന്നത് ഒറ്റക്കുത്തുണ്ട, മിഥുരാജിനെ കൊന്നത് ഒറ്റക്കുത്തുണ്ട, അഭിമന്യുവിനെ കൊന്നത് ഒറ്റക്കുത്തുണ്ട. എവിടുന്നാ നിങ്ങൾ പഠിക്കുന്നത്? ആരാ നിങ്ങളെ പഠിപ്പിക്കുന്നത്? പറ. നിങ്ങള് ഒറ്റക്കുത്ത് കൊണ്ട് മനുഷ്യനെ കൊല്ലാനുള്ള സാങ്കേതിക വിദ്യയുണ്ടോ? അതിനെവിടെയാ നിങ്ങളെ കൃത്യമായിട്ട് ഹൃദയത്തിന്റെ അകത്തേക്ക് കത്തികുത്തി. ഇവിടെ കുത്തിയാൽ ഹൃദയം തകരും, ഇവിടെ കുത്തിയാൽ ലങ്സ് തകരും, ഇവിടെ കുത്തിയാൽ പാൻക്രിയാസ് തകരും, ഇവിടെ കുത്തിയാൽ ലിവർ തകരും, ഇവിടെ കുത്തിയാൽ ചെറുകുടൽ തകരും എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് ആരാ? ആരാ പഠിപ്പിക്കുന്നത്? നാട്ടിലെ സംഘർഷം ഉണ്ടാകും. യൂത്ത് ലീഗും അതുപോലെ തന്നെ DYFI ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോടാ, എന്താടാ വാടാന്നൊക്കെ പറയും. ചിലപ്പോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ക്കും. ആ തയ്ക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടല്ല, അതൊരു വികാരം പാർട്ടിയുള്ള സ്നേഹവും. ചിലപ്പോൾ അങ്ങോട്ട് തയ്ക്കും. നാളെ നേതാക്കൾ വന്ന് കൈ തന്നാ തീർന്ന് നമ്മൾ ഓനെ വിളിക്കും കല്യാണത്തിന്, നമ്മളെ ഓനും വിളിക്കും കല്യാണത്തിന്. നാട്ടിലൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികം. പക്ഷേ ഒറ്റക്കുത്തിന് മനുഷ്യനെ കൊല്ലുന്ന വിദ്യ, മനുഷ്യനെ കൊല്ലാനുള്ള പഠനം അത് RSS ആയിരുന്നു നടത്തിയത് കേരളത്തിന്റെ മണ്ണിലാണ്. RSS അധോമാർ ശിരോമാർ. തലയ്ക്ക് എവിടെ അടിച്ചാൽ ചാകും, കാലിന് എവിടെ അടിച്ചാൽ ചാകും എന്ന് പഠിപ്പിക്കുന്ന RSSന്റെ OTC ശാഖകൾ പഠിപ്പിക്കുന്നത്. അതെങ്ങനെ ലീഗിന് കിട്ടി? അത് പഠിപ്പിക്കുന്ന STPI, അത് പഠിപ്പിക്കുന്ന STPI. കണ്ണൂരിലെ STPIയിലെ ക്യാമ്പ് പോലീസ് റെയ്ഡ് ചെയ്തപ്പം കണ്ടത് മനുഷ്യന്റെ ഓരോ ഡമ്മികളാ. സേതുദാമയ്യർ CBIയിൽ ഡമ്മികളാ. ആ ഡമ്മി ഇവിടെ കുത്തി, ഇവിടെ കുത്തണം. കേരളത്തിന്റെ തെരുവുകളിൽ നായകളുടെ തലവെട്ടി പരിശീലിച്ചവർ അവരെങ്ങനെ ലീഗിൽ ആൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നു? STPI എങ്ങനെ ലീഗിലെത്തി? മറുപടി പറയണ്ട നിങ്ങൾ. എങ്ങനെ ലീഗിലെത്തി? ഈ വർഗീയവാദികൾ ലീഗിൽ കൂട്ടാൻ പറ്റുമോ? ജമാഅത്തെ നിങ്ങൾ കൂട്ടുക? എന്താ നബിയുടെ വാക്കെന്താ? എന്റെ നാട് മക്ക, എന്റെ നാട് മക്ക. നിന്റെ നാടിനെ ആക്രമിക്കാൻ വന്നാൽ നീ മക്കയ്ക്ക് വേണ്ടി എല്ലാ ആയുധം എടുക്കണം, നിന്റെ നാടിന് വേണ്ടിയിട്ടാ. നീ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി നീ ആയുധം എടുക്കണം. അത് പഠിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. പിന്നെ എങ്ങനെയാ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ നേടി വെക്കുന്നവരെ കൂട്ടത്തിൽ പോകാൻ വേണ്ടി പറ്റിയ? പിന്നെ എങ്ങനെയാ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്നവന്റെ കൂട്ടം ചേരാൻ വേണ്ടി പറ്റിയ? ഇവിടെ നമ്മൾക്ക് ജാതിയും മതവും നമ്മുടെ സ്വകാര്യമല്ലേ? ഈ ഓമശ്ശേരി അങ്ങാടിയിൽ ജാതിയുണ്ടോ മതമുണ്ടോ? ഈ കടകളിൽ ജാതിയുണ്ടോ മതമുണ്ടോ? നമ്മുടെ പിഞ്ചുകുഞ്ഞ് ഈ റോഡിനൊക്കെ തലചുറ്റി വീണാൽ ജാതിയുണ്ടോ മതമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇരിക്കുന്നതിൽ ജാതിയുണ്ടോ മതമുണ്ടോ? ഇല്ല. അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. കുഞ്ഞാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. കുഞ്ഞ പറഞ്ഞ എന്താ അറിയോ? കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഈ ജൈത്രയാത്ര അത് UDFന് അനുകൂലമാക്കാൻ എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. എന്താത്?
1996 ഒന്ന് ഓർക്കണമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ജാഗ്രത വേണം. 1996 കേരളത്തിലെ മുക്കിലും മൂലയിലും പാട്ടാ. എന്താ പാട്ട്? വരുന്നുണ്ട് വരുന്നുണ്ട് അക്ഷരത്തോണി, തോണിയിലേറാൻ ഓടിവായോ. ഇതാ പാട്ട്. അക്ഷരത്തോണി വരുന്നുണ്ട്, ഓടിവാ, തോണി കയറ്. എന്താ തോണി? അക്ഷരമായിട്ട് വരിക, സാക്ഷരത. സഖാവി കെ നായനാർ കേരളത്തിന്റെ മണ്ണ് ഭരിക്കുക, ജനകീയ ആസൂത്രണം കൊണ്ടുവരിക. റോഡുകളും പാലങ്ങളും വേണം ഞാൻ പറയുക. ആർക്ക് കോഴി വേണം, ആർക്ക് ആട് വേണം, ആർക്ക് പശു വേണം, ആർക്ക് കക്കൂസ് വേണം എന്ന് നാട്ടുകാർ പറയുക. റോഡ് പണി അത് നാട്ടുകാരെടുക്കുക. ജനകീയ ആസൂത്രണം നാടിന്റെ മണ്ണിൽ പ്രാവർത്തികമാക്കി സഖാവി കെ നായനാർ. ആ പ്രാവർത്തികമാക്കുന്ന സമയത്ത് ഈ നാടിന്റെ മണ്ണിൽ വികസനത്തിന്റെ പന്ഥാവ് ഉയർന്നു നിൽക്കുന്ന സമയം, സാക്ഷരരായിരിക്കുന്ന മനുഷ്യന്മാർ സ്വന്തം പേരെഴുതിയ സന്തോഷത്താൽ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന സമയം, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പില് ഇന്നത്തെ പോലെ അഭൂതപൂർവമായിട്ടുള്ള വിജയം LDF-ന്. ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഇടതുപക്ഷം. അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും ഇടതുപക്ഷത്തിന്റെ പതാക പാറി നടക്കുകയാണ്. നമ്മൾ ഉറപ്പിച്ച കേരളത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്നു സഖാവി കെ നായനാർ. 2001 തെരഞ്ഞെടുപ്പില് കേരളത്തിലേക്ക് വീണ്ടും അധികാരത്തിൽ കയറും സഖാവി കെ നായനാർ. ഇടതുപക്ഷം ഉറപ്പ്. കാരണം അത്രയും വലിയ ജനപിന്തുണ. എങ്ങനെയാ നഷ്ടപ്പെട്ടു പോയതെന്ന് അറിയോ നിങ്ങൾക്ക്? അറിയോ മുസ്ലിം ലീഗിന്? അറിയോ യൂത്ത് ലീഗിന്? ഞങ്ങളെ തക്കുന്ന പ്രിയപ്പെട്ട യൂത്ത് ലീഗിനെ, ക്രിമിനലുകളെ നിങ്ങൾക്കറിയോ എങ്ങനെയാ നഷ്ടപ്പെട്ടു പോയതെന്നറിയോ നിങ്ങൾക്ക്? കേരളത്തിന്റെ മണ്ണില് ജനിച്ചു വളർന്നൊരു മഹാമനുഷ്യൻ, ഒരു മഹാമനീഷി ഉണ്ടായിരുന്നു, വള്ളത്തോൾ നാരായണ മേനോൻ. കലാമണ്ഡലം രൂപീകരിച്ച മനുഷ്യൻ. ആ മനുഷ്യന്റെ ഒരു കവിതയാണ് ഭാരതശ്രീ തൻ ഭാവശുദ്ധി. എത്ര മനോഹരം! ഭാരതശ്രീ തൻ ഭാവശുദ്ധിയെ കുറിച്ച് കവിത എഴുതിയിട്ടുള്ള വള്ളത്തോൾ എന്ന് ആണിപ്പിച്ചില്ലേ യൂത്ത് ലീഗ്, മൂത്ത ലീഗ്? എങ്ങനെ? തെരുവമ്പറമ്പിനകത്ത് നബീസു എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കൊണ്ട് ലക്ഷങ്ങൾ ഓഫർ ചെയ്യിപ്പിച്ച്, ലക്ഷങ്ങൾ കൊടുക്കാമെന്ന് പറയിച്ച്, മാനത്തിന് വില പറഞ്ഞ് അധികാരത്തിലേറി 2001. കേരളത്തിൽ, ഇന്ത്യയിൽ വളർന്നു വന്നത് മനുഷ്യക്കടലും മനുഷ്യക്കോട്ടയും സൃഷ്ടിച്ച സംഘടന DYFI. ആ സംഘടന ആരെയും കൂട്ടമായി മാനവകപ്പെടുകയോ മോശമാക്കുകയോ ചെയ്യില്ല. ഇത് കള്ളമാണ്. പക്ഷേ കേട്ടോ, കത്തുപാട്ടുകൾ കേരളത്തിന്റെ മണ്ണില് UDF-ന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രഭാഷണങ്ങളിൽ വേദികൾ ഉയർത്തിക്കേട്ട വാക്ക് എന്താ? മഗ്‌രിബ് പങ്കുകൊടുക്കുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നബീസയും 2 മക്കളും മാത്രം വീട്ടിൽ. നബീസ് ഉടൻ തന്നെ തന്റെ ശരീരഭാഗങ്ങളെല്ലാം വൃത്തിയാക്കി മുസല്ലയെടുത്ത് വീടിന്റെ അകത്തളങ്ങളിൽ പോയി മുസല്ല വിരിക്കുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് ചില ആളുകൾ ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്നത്. അവർ ഉമ്മറത്തെ വാതിൽ തല്ലിപ്പൊളിച്ചു. അകത്തുള്ള ടിവിയും ഫ്രിഡ്ജും എടുത്ത് കിണറ്റിൽ കൊണ്ടിട്ടു. അകത്തുള്ളതെല്ലാം അവർ വാരിക്കൂട്ടി കത്തിച്ചു. അപ്പുറത്തെ മുറിയിലുണ്ടായിരുന്ന 2 മക്കളെയും വാപൊത്തിപ്പിടിച്ച് അടുക്കള ഭാഗത്ത് കൊണ്ടുപോയി വാതിലിട്ട് പൂട്ടിയവർ. അപ്പുറത്ത് നിസ്കരിച്ചിരുന്ന നബീസായെ കടന്നുപിടിച്ചു. മുസല്ലകളിട്ട് മുസ്ലിം പെണ്ണിനെ ബലാത്സംഗം ചെയ്തു എന്ന് പരസ്യമായി നിങ്ങൾ കത്തടിച്ചു, പരസ്യമായി നിങ്ങൾ പ്രസംഗിച്ചു. നാടിന്റെ മണ്ണിനകത്ത് മുസല്ലയിട്ട് ബലാത്സംഗം. നാട് ഞെട്ടിപ്പോയി. DYFI-കാരന്റെ അമ്മ നെഞ്ചത്ത് കൈവച്ചു പോയി. DYFI-കാരന്റെ സഹോദരി നെഞ്ചത്ത് കൈവച്ചു കൊണ്ടുപോയി. DYFI ഇങ്ങനെ ചെയ്യോ? DYFI-ക്ക് ഇതിന് കഴിയോ? നാട് തകർന്നു, നാട് പൊട്ടി. അത് മാത്രമല്ല നിങ്ങൾ പറഞ്ഞത്, 8 വയസ്സുള്ള നബീസായുടെ പൊഞ്ചുകുഞ്ഞ്, ആ കുഞ്ഞ് നടന്നു പോകുന്ന സമയം കാലിലൂടെ ചോര ഒലിച്ചിറങ്ങുന്നു എന്ന് കേരളത്തിന്റെ മുക്കിലും മൂലയും പ്രസംഗിച്ചു കോൺഗ്രസും മുസ്ലിം ലീഗും. എന്താ ഉണ്ടായത്? ഒരമ്മയ്ക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കല്ലാച്ചി അങ്ങാടിയിൽ ജീപ്പ് ഓട്ടിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ചെറുപ്പക്കാരനെ മുസ്ലിം ലീഗും LDF-ഉം കൂടി ചേർന്ന് ക്രൂരമായി വെട്ടിക്കുന്നു. ഇന്തുള്ളതിൽ ബിനുവിനെ വെട്ടിക്കുന്നു. എപ്പോഴാ പിന്നെ സത്യം തെളിഞ്ഞത്? ഇലക്ഷൻ പ്രഭാതത്തിലായി. നായനാരുടെ ചിരി മാഞ്ഞു. നായനാരുടെ ചിരി മനസ്സിൽ കൊത്തിവെച്ച ഈ നാട്ടിൽ അമ്മമാർ, പെങ്ങന്മാർ, ഉമ്മമാരും സഹോദരിമാരും നബീസായുടെ കണ്ണുനീർ തുള്ളി കൊണ്ട് നായനാരുടെ മുഖം മറച്ചു. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് കുത്തേണ്ടവർ കോണിക്കും കൈപ്പത്തിക്കും വോട്ട് കുത്തി. അത്യുജ്വല ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി UDF അധികാരത്തിലേറി.
നബി യൂസുഫിന് പറഞ്ഞ പൈസ കിട്ടിയില്ല, കുറച്ചു പൈസ മാത്രം കൊടുത്തു. അങ്ങനെ ഗൾഫിലുള്ള ഭർത്താവിന്റെ കൈ പിടിച്ച കല്ലാ ചങ്ങാടിക്കകത്ത് സാധനം വാങ്ങുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു നബി യൂസുഫ്. എന്താ കാഴ്ച? കയ്യിൽ ഒരു റാന്തൽ വിളക്കുമായി, ഒരു കയ്യിൽ ഒരുള്ള ചോറുമായിട്ട് ഒരു അമ്മ ഇങ്ങനെ ഓടി നടക്കുക. അമ്മ വിളിക്കുക, വിനോ വിനോ വിനോ. അമ്മ ഇങ്ങനെ വിളിക്കുകയാണ് ഒരു ചെക്കന്റെ പേര്. ചോദിച്ചു, ഇക്ക അത് അമ്മ ആരാ? ആ അമ്മ എന്താ ഇങ്ങനെ റാന്തൽ വിളക്കും ഒരു പിടി ചോറുമായിട്ട് ഓടുന്നത്? ആരോ പറഞ്ഞു, സ്വന്തം മകനെ ആരോ വെട്ടിക്കൊന്നു. അമ്മയുടെ മനസ്സൊന്ന് പതറിപ്പോയി, അമ്മയുടെ മനസ്സൊന്ന് പതറിപ്പോയി, തലച്ചോറൊന്ന് ചതറിപ്പോയി. ആ മകൻ, ഒറ്റ മകൻ നഷ്ടപ്പെട്ട വേദനയിൽ അമ്മ വലിയ ചിത്തഭ്രമം പോലെയായി. അമ്മ ഇങ്ങനെ തേടി അലയുകയാണ്. എന്റെ മകൻ ബിനുവിനെ കണ്ടോ, എന്റെ മകൻ ബിനുവിനെ കണ്ടോ, എന്റെ മകൻ ബിനുവിനെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ ഓടിക്കളിക്കുക. കരഞ്ഞുപോയി നബി യൂസുഫ്. കാരണം 36 അസ്ഥി നുറുങ്ങുന്ന വേദനയിൽ 2 കുഞ്ഞിനെ പ്രസവിച്ചവളാണ് നബി യൂസുഫ്. നബി യൂസുഫ് തന്റെ ഭർത്താവിന്റെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇക്ക ഞാൻ ഇപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് താഴോട്ട് പോകും. എനിക്ക് സത്യം കേരളത്തോട് പറയണം ഇക്ക, ഇവരെന്നെ പറ്റിച്ചതാ. എനിക്കിവർ തുച്ഛമായ പണം തന്നു, ബാക്കി അവർ തന്നില്ല. പത്രസമ്മേളനം വിളിച്ചില്ലേ നബി യൂസുഫ്? പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ കേരളത്തോട് എന്നെ ഒരു പോറൽ പോലും ഏൽപ്പിച്ചില്ല ഡിവൈഎഫ്ഐക്കാർ. ഇതെല്ലാം ലീഗിന്റെ തന്ത്രമാണ്. അന്ന് കുഞ്ഞാപ്പ ഈ ഐഡിയ, ഇന്നും കുഞ്ഞാപ്പ പറയുന്നത് ഇത് തിരിച്ചു പിടിക്കാൻ ഞങ്ങൾക്കറിയാം. പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയപ്പെട്ട നാടേ, കട്ടയിരുട്ടിന്റെ പുറത്ത് ബോംബുണ്ട്. ഏതെങ്കിലും അമ്പലമോ പള്ളിയോ കാത്തിരിക്കുന്ന ബോംബ് അപ്പുറത്തുണ്ടാവാം. വടിവാള് മൂർച്ചയാക്കുന്നുണ്ട്. കരുതിയിരിക്കണം ഈ നാട്, ഉറങ്ങരുത് ഈ നാട്. ഈ കട്ടയിരുട്ടിനെ പകലാക്കി മാറ്റണം ഈ നാട്. ഒരു പക്ഷേ ഔഫുമാർ ഇനിയും ഇനിയും ഈ കേരളത്തിന്റെ മണ്ണിന്റെ അകത്തുണ്ടാവാം. അപ്പുറത്ത് വീണ ഹൃദയരക്തം ഈ മണ്ണ് കുടിച്ചുണങ്ങുന്നതിന് മുമ്പ് ഇനിയും ഇനിയും ഹൃദയരക്തങ്ങള് ഈ മണ്ണിന്റെ അകത്ത് വീഴ്ത്താം. പക്ഷേ പിറകോട്ടില്ല സഖാക്കളെ, നാട്ടുകാരെ, പിറകോട്ടില്ല ഞങ്ങള്. നിങ്ങൾ എത്ര അടി വേണമെങ്കിലും ഞങ്ങൾ അടിച്ചോ, നിങ്ങൾ എത്ര ഞങ്ങളെ ഓടിച്ചോ, പക്ഷേ പിറകോട്ടില്ല. കാരണം ഞങ്ങൾ 1 ഇഞ്ച് പിറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ കയ്യുറത്തിയ ലീഗുകാരൻ ഉറങ്ങാൻ കഴിയില്ല. അവന്റെ വീടിന്റെ അകത്തേക്ക് ഓടിവരും RSSന്റെ ഫാസിസം, ഈ വർഗീയവാദത്തിന്റെ പിന്തിരിപ്പൻ ശക്തികള്. അതിനെ ചെറുക്കാൻ, അതിനെ തടയാൻ നാടിന്റെ മണ്ണിനകത്ത് നട്ടെല്ല് വിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ ഉണ്ടാവണം. ആ കടമയാണ്, ആ രാഷ്ട്രീയ ദൗത്യമാണ് ഈ നാടിൽ ഞങ്ങൾ ചെയ്യുന്നത്. ആ ദൗത്യമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഒന്ന് തളർന്നു പോയി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട നാടേ സഹായിക്കണം, ഞങ്ങളെ സംരക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഈ ജൈത്രയാത്ര, ഇടതുപക്ഷത്തിന്റെ ഈ വികസന പതാക ആകാശത്തിന്റെ അകത്ത് ഉയർത്തിപ്പിടിച്ച് വരുന്ന തെരഞ്ഞെടുപ്പില് അത്യുജ്വല ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇടതുപക്ഷത്തിന്റെ നന്മയെ മനസ്സിലേക്ക് സംശീകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വർഗീയവാദ ശക്തികളെ അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ കൂടെ ഉണ്ടാവണം പ്രിയപ്പെട്ട നാടേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രവിച്ച മുഴുവൻ സഖാക്കൾക്കും നല്ലവരായ നാട്ടുകാർക്കും ഹൃദയാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹാഭിവാദ്യങ്ങൾ. ഈ പ്രതിഷേധ പൊതുയോഗത്തിന് നന്ദി പറയാൻ വേണ്ടി ടി മനോജ്. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 16-ാം തീയതി വിജയാഹ്ലാദത്തിന്റെ പേരിൽ ഓമശ്ശേരി 7-ാം വാർഡിൽ നിന്നും മത്സരിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മുഹസനയുടെ വീടാക്രമിച്ച് മുഹസനെയും ഭർത്താവിനെയും കുട്ടികളെയും പരിക്കേൽപ്പിച്ച ദാരുണമായ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലേക്കൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ടല്ല നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഇതിനു മുന്നും നടന്നിട്ടുണ്ട്. ഇവിടെ 6-7 വാർഡുകളിലെല്ലാം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം UDFും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. 6-ാം വാർഡിൽ നേരത്തെ MK ഹുസൈനും അതുപോലെ തന്നെ ബിജു, ഭാസ്കരൻ തുടങ്ങിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വിജയിക്കുന്ന സമയത്തൊന്നും ഒരു എതിരാളിയുടെ വീടിന് എന്തെങ്കിലും ഒരു തരത്തിലേക്കുള്ള പോറലോ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മേലിൽ ഒരു തരി മണ്ണോ വരിയിടുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ തയ്യാറായിട്ടില്ല. എന്നാൽ നേരെ മറിച്ച് എല്ലാ വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി UDF മത്സരിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത്
RSSും BJPയും മറുഭാഗത്ത് വെൽഫെയർ പാർട്ടിയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി അവർ മത്സരിച്ചിട്ടുള്ളത്. ആ മത്സരത്തിന്റെ വിജയം എതിരാളികളുടെ മേൽ കുതിര കയറുന്നതിന് തയ്യാറായിട്ടുള്ള ഈ വിധ്വംസക ശക്തികൾക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായിട്ട് പറയാനുള്ളത്, ഞങ്ങൾ ഇത്തരത്തിലേക്ക് യാതൊരു വിധത്തിലേക്കുള്ള പ്രകോപനത്തിനും ഇതുവരെ തയ്യാറായിട്ടില്ല. നേരെ മറിച്ച് വീണ്ടും ഇത്തരത്തിലേക്കുള്ള പ്രകോപനവുമായി വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു തരത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ വീടും സ്ഥാപനങ്ങളും അതുപോലെ തന്നെ UDFന്റെ നേതൃത്വത്തിലുള്ള ആളുകളുടെ വീടും സ്ഥാപനങ്ങളും എല്ലാം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. കാരണം ഞങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ ഒരു പോരായ്മയായി ഏതെങ്കിലും UDFന്റെ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഈ പറയുന്ന ഈ വിധ്വംസക ശക്തികൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു പോരായ്മയായി കാണേണ്ടതില്ല എന്നും ശക്തമായി തിരിച്ചടിക്കുന്ന രീതിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ മുന്നോട്ട് വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും, ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഇതിൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ള KK രാധാകൃഷ്ണൻ, അതോടൊപ്പം തന്നെ ഇതിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കുഞ്ഞാലി സാഹിബ്, അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തിയിട്ടുള്ള അനൂപ് കക്കോടി, CPIMന്റെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് OK സദാനന്ദൻ, അതുപോലെ തന്നെ OP അബ്ദുറഹ്മാൻ, അതുപോലെ തന്നെ KK രാഗേഷ് തുടങ്ങി മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷന്റെ അനുമതിയോടുകൂടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു.